प्रभु को महिमा मिले। महत्वപ്പെടുമാറാകട്ടെ। जल्द से जल्दी आने वाला प्रभु यीशु मसीह की अति पवित्र नाम में सब पवित्र लोगों में से लेता हूँ। വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം। प्रभु ने और एक दिन हमें दान दिया। ദൈവം ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായിട്ട് തന്നു। आज भी प्रभु का वचन से प्रभु की हृदय की इच्छा जानने के लिए प्रभु ने मौका दिया। ഇന്നും ഒരു ദിവസം കർത്താവിന്റെ ഹൃദയപ്രകാരം കർത്താവിന്റെ വചനം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കർത്താവ് ഒരു അവസരം തന്നിട്ടുണ്ട്। जितना भी हम प्रभु को जानेगा उतना अधिक हम प्रभु का महिमा कर पाएगा। നമ്മൾ എത്ര അധികം കർത്താവിനെ അറിയാൻ പറ്റും അത്ര അധികം നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റും। आज भी बहुत से लोग प्रभु को ना जानने के कारण जैसा प्रभु को महिमा करना चाहिए, प्रभु का भय मानना चाहिए, प्रभु का आदर करना चाहिए, नहीं कर पाता। ഇന്ന് കർത്താവിനെ പറ്റി ശരിക്കും അറിയാത്തതുകൊണ്ട് ജനങ്ങള് കർത്താവിനെ ഏത് രീതിയിൽ ആരാധിക്കണം, ഏത് രീതിയിൽ മഹത്വപ്പെടുത്തണം, ഏത് രീതിയിൽ സാക്ഷ്യമായിരിക്കണം എന്നുള്ള അവസ്ഥയിൽ അവർക്ക് പൂർണ്ണ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല। हमारा प्रभु कितना महान है, കാരണം നമ്മുടെ ദൈവം എത്ര മഹാനാണ്। हम उस प्रभु को कैसा सम्मान करना चाहिए। നമ്മൾ ആ കർത്താവിനെ ഏത് രീതിയിൽ നമ്മൾ അവനെ ആദരിക്കണം। आज मंडली के लोगों को इन सारे बातों को समझाने के लिए प्रभु अगुवाओं को नियुक्त किया। അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് സഭയിൽ കർത്താവിനെ ഏത് രീതിയിൽ മഹത്വപ്പെടുത്തണമെന്നുള്ള രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി സഭയിൽ മൂപ്പന്മാരെയും ആക്കി ചെയ്തിട്ടുണ്ട്। अगर उस अगुवा ही अगर अज्ञान रहेगा तो क्या रहेगा। എന്നാൽ ആ അധ്യക്ഷൻ തന്നെ അല്ലെങ്കിൽ ആ മൂപ്പൻ തന്നെ കർത്താവിന്റെ വചനത്തിൽ അജ്ഞാനത ഉണ്ടെങ്കിൽ അപ്പൊ സഭയുടെ അവസ്ഥ എന്തായിരിക്കും। हम देखते हैं कि पुराने नियम में अगुवा करके अगुवाई करने वाले लोग था शास्त्री और फरीसी लोग। നമുക്കറിയാം പഴയ നിയമത്തിൽ ഇങ്ങനെ ജനങ്ങളെ വഴി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രിമാരും സദുക്കികളും ഇങ്ങനെ ജനങ്ങളെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു। परंतु उनको देख करके प्रभु ने बोला ये अंधे अगुवे है। എന്നാൽ കർത്താവ് അവരോട് നോക്കിയിട്ട് കർത്താവ് പറയേ അന്ധനായ ശാസ്ത്രികളെ कुरुडന്മാരായ വഴികാട്ടികൾ। ഓക്കെ കുരുടന്മാരായ വഴികാട്ടികൾ। Praise the Lord। बहुत बड़ी बात है। വലിയ കാര്യമല്ലേ അത്। वहां पर जब मत्ती के सुसमाचार उसके 15 अध्याय का 14 वचन में मत्ती उसका 15 अध्याय का 14 वचन में हम देखते हैं कि അവരെ വിടുവിൻ അവർ കുരുടന്മാരായ വഴികാട്ടികളത്രേ, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്നുത്തരം പറഞ്ഞു। उनको जाने तो वे अंधे मार्गदर्शक है और अंधा आदि अंधे को मार्ग दिखाए तो दोनों ही गड्ढे में गिर पड़ेंगे। देखा मत्ती 15 अध्याय का 14 वचन पढ़ा। മാത്യു ചാപ്റ്റർ 15:14 ആണ് വായിച്ചത്। മത്തായി 15:14। प्रभु यीशु मसीह शास्त्री और फरीसियों के बारे में गवाही दे रहा है। ഇവിടെ കർത്താവ് ശാസ്ത്രിമാരും ഫരിസികളെ പറ്റിയിട്ട് കർത്താവ് സാക്ഷ്യം പറയുന്നത് वे लोग कौन है। അവരാരാ। वो अंधे अगुवे है बोलते हैं। അവർ അന്ധന്മാരായ വഴികാട്ടികളാണ്। अभी एक अंधे को दूसरा अंधा ही अगर मार्ग दिखाएगा तो क्या होगा, दोनों गड्ढे में गिरेगा। അപ്പൊ ഒരു അന്ധനെ വഴി കാട്ടുന്നവനും ആ കുരുടനാണെങ്കിൽ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ പിന്നെ രണ്ടുപേരും പിന്നെ എങ്ങനെ നടക്കാൻ പറ്റും, രണ്ടുപേരും കുഴിയിലല്ലേ വീഴുന്നത്। यहाँ का विषय आपको मालूम है। ഇവിടുത്തെ വിഷയം നിങ്ങൾക്ക് അറിയാലോ। वो 15 अध्याय शुरू से पढ़ेगा तो मतलब प्रभु के चेले लोग मतलब खाने से पहले हाथ नहीं धोता, वो बात को देख करके वो लोग कंप्लेन करने लगे। ഇവിടെ എന്ത് പറ്റി, ശിഷ്യന്മാര് കഴിക്കുന്ന മുമ്പേ കൈ കഴുകുന്ന അവസ്ഥയിൽ കൈ കഴുകിയില്ല, അതുകൊണ്ട് ശാസ്ത്രിമാർ അവരോട് ഫരിസിമാർ അവരോട് ഈ വിഷയത്തിൽ കംപ്ലൈന്റ് ചെയ്യാൻ വന്നു। क्योंकि वो बात उन्होंने एक रीति रिवाज बना दिया था। കാരണം അത് ഒരു മതമായിട്ട് ഒരു രീതിയായിട്ട് അവരെടുക്കാൻ തുടങ്ങി। देखो बहुत बातें है आत्मीय जीवन में भी बहुत बातें लोग हमारे रूढ़ी परंपरा से कुछ लेता है या कुछ मतलब जहाँ पर जिस देश में रहता है वो देश निवासियों का कुछ बात लेता है, ऐसा लेकर के उसको भी प्रभु का व्यवस्था में जोड़ देता है। ജനങ്ങൾ ഇന്ന് വിശ്വാസികളുടെ അവസ്ഥ എന്താ, എന്റെ അച്ഛനമ്മമാർ എന്ത് കാര്യം പഠിപ്പിച്ചു ആ കാര്യം അവർ ശിക്ഷണത്തിലെടുക്കും। ചില വേറെ വിദേശത്തിൽ പോയി കഴിഞ്ഞാൽ ആ വിദേശത്തിലെ രീതിയും അവിടുത്തെ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് അത് അവരെ വിശ്വാസിയെ ഇത് കാര്യങ്ങൾ എടുത്തിട്ട് എന്നിട്ട് പറയാ ഇത് ക്രിസ്തീയ രീതിയാണെന്ന് അവർ പറയും। आज मंडली में ऐसा बहुत से बात हमें देखने में आता है। സഭയിൽ ഇതേപോലത്തെ അവിടുന്ന് ഇവിടുന്ന് ചില കാര്യങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന അനേക രീതികൾ നമ്മൾ സഭയിൽ കാണുന്നുണ്ട്। लेकिन प्रभु के लिए अलग किया हुआ लोगों के लिए प्रभु ने क्लियर व्यवस्था वचन दिया है। എന്നാൽ കർത്താവിന് വേണ്ടി വേർപാട് ചെയ്ത മാറ്റി വെച്ച ജനത്തിന് വേണ്ടിയിട്ട് കർത്താവ് ഓൾറെഡി വചനം തന്നിട്ടുണ്ട്। आपको मालूम है इस्राएल लोगों को भी प्रभु ने वचन दिया, उसका महत्व हम लोग जानते हैं। നമുക്കറിയാലോ ദൈവം ഇസ്രായേലിന് വചനം കൊടുത്തപ്പോൾ അതിന്റെ മഹത്വം നമുക്കറിയാലോ। और उनकी यात्रा के विषय में जब प्रभु कहता है लेवी व्यवस्था उसका 18 अध्याय का 3-4 वचन में അതില് ലേവി പുസ്തകം അതിന്റെ 18-3-4 നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്, അവരുടെ മര്യാദ ആചരിക്കരുത്, എന്റെ വിധികളെ അനുസരിച്ച്
എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. तुम मिस्र देश के कामों के अनुसार जिसमें तुम रहते थे न करना, और कनान देश के कामों के अनुसार भी जहाँ से मैं तुम्हें ले चला हूँ न करना, और न उन देशों की विधियों पर चलना, मेरे ही नियमों को मानना और मेरी ही विधियों को मानते हुए उन पर चलना। मैं तुम्हारा परमेश्वर यहोवा हूँ। तो इसका मतलब क्या है कि अगर हम कहीं भी जाए हम उस देश निवासियों का रीति रिवाज को नहीं अपनाना चाहिए. അപ്പൊ നമ്മൾ ഏത് പട്ടണത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാലും ആ പട്ടണത്തിലോ അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ അവരുടെ കാര്യങ്ങളും അവരുടെ രീതി നമ്മൾ എടുക്കല്ലേ. मैं एक देश में गया था, वो देश में मतलब शादी तब होता है जब एक दो बच्चे होने के बाद. ഞാൻ വേറെ ഒരു ദേശത്തിൽ ഞാൻ പോയപ്പോൾ അവിടെ കല്യാണം എപ്പോഴാണ് നടക്കുന്നത്, ആ ചെറുക്കനും പെണ്ണിനോ 1-2 കുട്ടികളായി കഴിഞ്ഞിട്ടാണ് അവർ കല്യാണം കഴിക്കുന്നത്. अभी मैं ऐसे एक शादी में शामिल हुआ, ഞാൻ ഇതേപോലത്തെ ഒരു കല്യാണത്തിന് കൂടാൻ എനിക്ക് അവസരം കിട്ടി. तब 2 बच्चा दोनों के पास खड़ा है. 2 കൊച്ചുകൾ അവിടെ സ്റ്റേജിൽ അച്ഛനും ഭാര്യ കല്യാണം കഴിക്കാൻ പോകുന്നവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. तो मैं उनको पूछा, അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ये बच्चा कौन है? ഈ പിള്ളേരാരാ? बोला उनका बच्चा. बोला അത് അവരുടെ തന്നെ മക്കളാന്ന് പറഞ്ഞു. मैं बोला, ऐसे कैसे? അപ്പൊ ഞാൻ പറഞ്ഞു ഇതെങ്ങനെ इधर ऐसे होता है. ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. मतलब 2 बच्चा 1-2 बच्चा कम से कम नहीं होता है तो उनका शादी नहीं होता. അതായത് 1-2 പിള്ളേർ കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിൽ കല്യാണം നടക്കത്തില്ല. आपने ऐसे कभी सुना क्या? നിങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ऐसा बात भी दुनिया में होता है. ഇത് ഇങ്ങനെ പോലത്തെ കാര്യങ്ങളും ലോകത്തിൽ നടക്കാറുണ്ട്. अगर हमारे देश में ऐसे बात आएगा तो ഈ കാര്യങ്ങൾ നമ്മുടെ ദേശത്തിൽ നടന്നാലോ भगाएगा, നമ്മളെ ഓടിപ്പിക്കും. तो बोलने का अर्थ हमें प्रभु का क्लियर वचन और व्यवस्था मिला है. അതിനകത്ത് നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് യഥാർത്ഥമായ ശരിയായ വചനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. तो हमको उस वचन के अनुसार हमें जीवन बिताना चाहिए. ആ വചനത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിതം ജീവിക്കേണ്ടത്. लेकिन इधर ही मानव इस शास्त्रीय और फरीसी लोग उस समय के लोगों को क्या सिखाया? എന്നാൽ ആ സമയത്തുള്ള ശാസ്ത്രിമാരും ഫരീസിമാരും അവർ ജനങ്ങളെ എന്തോ പഠിപ്പിച്ചേ, वो लोग उनके लाभ के लिए बहुत से व्यवस्थाओं को तोड़मोड़ कर दिया. അവർ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ന്യായ പ്രമാണത്തിന് അവരെ പൊട്ടിച്ചു കളഞ്ഞു. तब प्रभु यीशु मसीह मत्ती 15:3 में उनको कहता है, അപ്പൊ മത്തായി സുവിശേഷം 15:3 മാത്യു 15:3 അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത്? उसने उनको उत्तर दिया, तुम भी अपनी परंपराओं के कारण क्यों परमेश्वर की आज्ञा टालते हो? देखा, परंपरा से आया हुआ बातों पर वो लोग जोर दिया. അവരുടെ സമ്പ്രദായം അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങൾ അതിൽ അവർ മുറുകെ പിടിച്ചു വെച്ചു. परमेश्वर की व्यवस्था को तोड़ रहा है, ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ അവർ പൊട്ടിക്കുവാണ്. लेकिन यहाँ पर वो लोग मतलब परंपरा से आया हुआ बातों को ज्यादा जोर देता है. എന്നിട്ട് അവരുടെ കുടുംബ കാര്യങ്ങൾ അവർ സമ്പ്രദായം പഠിച്ച കാര്യങ്ങളാണ് അതിനാണ് കൂടുതൽ മൂല്യത കൊടുക്കുന്നത്. उन संप्रदायों को उन्होंने एक उपदेश बनाया. ആ സമ്പ്രദായമുള്ള കാര്യങ്ങളും പരമ്പരയുള്ള കാര്യങ്ങൾ അതിനൊരു ഉപദേശമാക്കി മാറ്റിയത്. अगर वही बात को वही विषय को जब हम मरकोस 7 अध्याय में जब पढ़ता है, അതേ കാര്യങ്ങൾ നമ്മൾ മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം മാർക്ക് ചാപ്റ്റർ 7 उसका 13 वचन, അതിന്റെ 13-ാം വാക്യം 7:13 ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. अगर उपदेशवाक्य और माने उन्होंने उसको एक उपदेश में बदला. पढ़िए उसको. इस प्रकार तुम अपनी परंपराओं से जिन्हें तुमने ठहराया है परमेश्वर का वचन टाल देते हो और ऐसे बहुत से काम करते हो. बोलने का अर्थ वे लोग इस संप्रदाय को एक उपदेश बनाया. അപ്പൊ അവരുടെ ആ കുടുംബത്തിൽ പഠിച്ച ആ സമ്പ്രദായം പരമ്പരയുടെ ഉള്ള കാര്യങ്ങൾ അവർ ഒരു ഉപദേശമാക്കി മാറ്റി. मतलब उन लोग कभी भी अगर बाहर से आता है तो उसका 4 वचन पड़ेगा तो लिखा है 4 वचन. ആരെങ്കിലും വെളിയിൽ നിന്ന് വരുവാണെങ്കിൽ അതിന്റെ 4-ാം വാക്യത്തിൽ 7:4 മാർക്ക് 7:4 ചന്തയിൽ നിന്നും വരുമ്പോഴും കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കുകയില്ല, പാനപാത്രം ഭരണി ചെമ്പ് എന്നിവ കഴുകുക മുതലായ പലതും പ്രമാണിക്കുന്നത് അവർക്ക് ചട്ടമായിരിക്കുന്നു. അവർക്കൊരു ചട്ടമാക്കിയാൽ മാറ്റി. और बाजार से आकर जब तक स्नान नहीं कर लेते तब तक नहीं खाते. और बहुत सी अन्य बातें हैं जो उनके पास मानने के लिए पहुंची गई है, जिसे कटोरे और लोटों और तांबों के बर्तनों को धोना मांजना. तो अभी उन लोगों ने क्या किया, उन लोग ये एक रूढ़ी परंपरा का मतलब आचरण करके उसको मतलब एक व्यवस्था या मतलब उपदेश बना करके
लोगों के ऊपर दबाव कर दिया। അപ്പൊ അവർ തന്നെ പഠിച്ച കാര്യം, അവർ കുടുംബത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, പരമ്പരയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, അത് അവർ തന്നെ പഠിച്ചിട്ട് അതൊരു ഉപദേശമാക്കി ജനങ്ങളെ അവർ പഠിപ്പിക്കാൻ തുടങ്ങി. तो उसका 7 वचन बोलता है कि वो लोग व्यर्थ में उपदेश करने लगा। उसका 7 वचन पढ़ना। 7:7 ये व्यर्थ ही मेरी उपासना करते हैं, क्योंकि मनुष्य की आज्ञाओं को धर्मोपदेश करके सिखाते हैं। मनुष्य की आज्ञाओं को धर्मोपदेश करके सिखाते हैं। അവർ മനുഷ്യന്റെ കൽപ്പനയ്ക്ക് അവർ ധർമ്മമായിട്ട് അവർ പഠിപ്പിക്കാൻ തുടങ്ങി, വ്യർത്ഥമായിട്ട് എന്നെ ആരാധിക്കുവാണ്. प्रियो, कई बात हम जब देखता है, कई हमारे जगह पर, कई मंडलियों में देखता है, वो सब प्रभु का वचन के आधार में नहीं, पर वो अपनी तरफ से ऐसा कुछ नियम बना करके वो लोगों पर दबाव करने लगे। അപ്പൊ അങ്ങനെ അനേക സഭയിൽ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുന്ന ആൾക്കാർ അവർ എന്ത് ചെയ്യുന്നത്, അവരിൽ നിന്ന് അവർ കുടുംബത്തിൽ പഠിച്ച കാര്യങ്ങൾ, അവരിൽ നിന്ന് എന്തോ പഠിച്ച കാര്യങ്ങൾ അതൊരു ഉപദേശമാക്കി സഭയിൽ പഠിപ്പിക്കുക. तो ये संप्रदायों को लाने के लिए उन्होंने परमेश्वर की व्यवस्था को, वचनों को छोड़ दिया। അവർ ഈ പരമ്പരാഗത കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവത്തെ വചനത്തിനെ തന്നെ അവർ വിട്ടുകളഞ്ഞു. उसका 8 वचन पढ़ना। അതിന്റെ 8ാം വാക്യം, क्योंकि तुम परमेश्वर की आज्ञा को टालकर मनुष्य की रीति को मानते हो। देखा कितना നിങ്ങൾ ദൈവകൽപ്പന വിട്ടുകളഞ്ഞ് മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. मतलब परमेश्वर की आज्ञा छोड़ दिया, परमेश्वर के वचन को छोड़ दिया और अपने संप्रदाय को बहुत महत्व दिया. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിനോ നിങ്ങൾ തള്ളി കളഞ്ഞു, എന്നിട്ട് നിങ്ങളുടെ പരമ്പരയെ നിങ്ങൾ പിടിച്ചു വെച്ചു. उसके आगे उसने उनसे कहा, तुम अपनी परंपराओं को मानने के लिए परमेश्वर की आज्ञा कैसी अच्छी तरह टाल देते हो। देखो, अच्छी तरह परमेश्वर की आज्ञा को टाल देता है. നല്ല രീതി ദൈവത്തിന്റെ ആജ്ഞകളെയും വചനങ്ങളെയും നിങ്ങൾ തുച്ഛമായി, നിങ്ങൾ നിസ്സാരമായി കളയുവാണ്. कितना भयंकर बात है ना. എത്ര ഭയാനകമുള്ള കാര്യമല്ലേ. आप सोचिए प्रियो, आज कितनी लोग हमारा कुछ आदत, कुछ ऐसा अपना कुछ हो सकता है वो, और कोई मतलब नामदारी इसमें से आया होगा, वो भी बात मंडली में लाने के लिए प्रयास करता है. ഓരോരോ വ്യക്തികളുടെ സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നാമധാരി അല്ലെങ്കിൽ പേരായ ഉള്ള കാത്തലിക്കോ വേറെ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വരുന്ന അവരുടെ സ്വഭാവം, അവരുടെ ശൈലിയും അവര് സഭയിൽ കൊണ്ടുവന്ന് അത് സഭയെ വഷളാക്കാൻ നോക്കുന്നു. मैं कई बार देखा, कई विश्वासी लोग प्रार्थना के टाइम पर पूर्व की ओर मुड़ करके प्रार्थना करते हैं. ഞാൻ ചില വിശ്വാസികളെ ഇവരൊക്കെ സഭയിൽ വരുമ്പോൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പൂർവം കിഴക്കോട്ട് നോക്കി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. उस समय में मुड़ लेते हो. അപ്പൊ പ്രാർത്ഥന ആവുമ്പോ കിഴക്കോട്ട് അവർ തിരിയും. उनका संप्रदाय छोड़ा नहीं. അവരുടെ ആ രീതി, ആദ്യത്തെ ആ പരമ്പര രീതി ഇതിനെ വിട്ടിട്ടില്ല. प्रभु हमारे बीच में है, प्रभु को पीठ दिखा के खड़ा रहते हैं. കാരണം ദൈവം നമ്മുടെ സന്നിധിയിലല്ലേ. അപ്പൊ ദൈവം നമ്മുടെ ഉപസ്ഥിതിയിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുക, ദൈവം നമ്മുടെ ഇടയിലായോണ്ട് അവരെന്ത് ചെയ്യുന്നത്, ദൈവത്തിന് പുറം കാണിക്കുക. संप्रदाय അതിന്റെ അവരുടെ പരമ്പരയാണ്. जाने अनजाने वो अभी भी संप्रदाय का गुलाम है. കാരണം അറിഞ്ഞോ അറിയാതെ ഇപ്പോഴും അവർ ആ പരമ്പരയിൽ അവർ ഇടുങ്ങിയിരിക്കുകയാണ്. आपने देखा होगा, कई विश्वासी लोग अज्ञान के कारण होगा, कोई मतलब गिरजाघर या ऐसा कोई साल में जाता है तो वो അഞ്ചാലി से ऐसा करता है, भले जो जाति के लोग करता है ऐसा करता है. നമ്മള് ചില വിശ്വാസികളെ കണ്ടിട്ടുണ്ട്, ഈ ലോകമായുള്ള പള്ളികളോ ആ കാര്യങ്ങൾ അതിന്റെ സൈഡിൽ കൂടി പോവുകയാണെങ്കിൽ ഈ കാത്തലിക്കാരോ അല്ലെങ്കിൽ ലോകത്തിന്റെ ക്രിസ്ത്യാനികൾ അവരിങ്ങനെ ക്രൂശിന്റെ ചിഹ്നം കാണിക്കുന്ന പോലെ ഈ വിശ്വാസികളും അതിന്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിന് ആ ചിഹ്നം കാണിക്കും. क्योंकि वो पुराना उनकी आदत है, കാരണം അത് അവരുടെ പഴയ ശീലമായിരുന്നു. प्रियो, ऐसा कोई रूढ़ी परंपरा की बात आत्मीय जीवन में, प्रभु में या मंडली जीवन में लाना कितना दुखदायी बात. അപ്പൊ ഈ പ്രകാരമുള്ള ശൈലികളും പരമ്പരയുള്ള കാര്യങ്ങൾ സഭാ ജീവിതത്തിൽ കൊണ്ടുവരുന്ന എത്ര ദുഃഖമുള്ള കാര്യമല്ലേ. ऐसा कई बात है जबकि हम मंडली के लोगों को समझाने के टाइम पर उनको कुछ वेदना होता है. അപ്പൊ ഈ കാര്യങ്ങൾ സഭയെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുകയും ഇത് തെറ്റാണ് ഇങ്ങനെ ചെയ്യില്ലെന്ന കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾക്ക് വിഷമാവും. प्रियो, हमारे जीवन में जो गलत है वो बातों को दूर करना चाहिए. അത് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ തെറ്റുള്ള കാര്യം അത് മാറ്റിക്കളയണം. अब ये कई प्रकार मतलब उस समय के अगुए लोग अंधे थे करके जब प्रभु ने बोला उनको ठोकर लगा. ആ സമയത്ത് വഴി കാട്ടുന്നവർക്ക് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കുണ്ടനാന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് ഇടർച്ചയായി. जब वही बात, जब यूहन्ना का सुसमाचार उसका 9 अध्याय, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 9 का 40 वचन, 40-ാം വാക്യം, verse 40. जो फरीसी उनके साथ थे उन्होंने ये बातें सुनकर उससे कहा, क्या हम भी अंधे हैं? देखा वे लोग मतलब प्रभु का बातों को सुनने के टाइम पर वो बोलते हैं कि हम अंधे हैं क्या. അത് കർത്താവിന്റെ കാര്യങ്ങൾ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവർ പറയും നമ്മൾ കുണ്ടന്മാരാണോ. उसका 39 से पड़ेगा. 39-ാം വാക്യം. तब यीशु ने कहा, मैं इस जगत में न्याय के लिए आया हूँ,
ताकि जो नहीं देखते वे देखे, जो देखते हैं वे अंधे हो जाए। जो फरीसी उसके साथ थे उन्होंने ये बातें सुनकर उससे कहा, क्या हम भी अंधे हैं? आगे 41 यीशु ने उनसे कहा, यदि तुम अंधे होते तो पापी न ठहरते, परंतु अब कहते हो कि हम अंधे हैं, इसलिए तुम्हारा पाप बना रहता है। प्रियो अल्ले हमें बात को मालूम है, इधर का 9 अध्याय का पूरा विषय एक अंधे को रोशनी मिला हुआ विषय है। നമ്മളിവിടെ 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒരു കുരുടനായ വ്യക്തിന് പ്രകാശം കാണാൻ പറ്റുന്ന അവസ്ഥേനെയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. तो अभी वो अंधा व्यक्ति प्रभु यीशु पर परमेश्वर का पुत्र जानकर विश्वास किया। അന്ന് ആ കുരുട മനുഷ്യൻ പുള്ളി സൗഖ്യം കിട്ടി കഴിഞ്ഞപ്പോൾ ഇത് യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞു വിശ്വസിച്ചു. ये बात मतलब देखने वाला शास्त्रीय फरीसी लोग ये बात को बहुत विरोध किया। എന്നാൽ ഈ കാര്യങ്ങൾ ശാസ്ത്രിമാര് കണ്ടു കഴിഞ്ഞപ്പോൾ അത് കർത്താവിന് വിരുദ്ധമായി വന്നു. उस समय में प्रभु बोल रहा है, ആ സമയത്ത് പറഞ്ഞ ഒരു കാര്യമാണത്. प्रेज लॉर्ड। प्रियो वे लोग या जिसको बोलता है कि हमको दिखते हैं पर उन्होंने देख नहीं पाया। അപ്പൊ ജനങ്ങൾ എന്തോ പറഞ്ഞത്, ഈ ശാസ്ത്രിമാർ ഫരിസി പറഞ്ഞു നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നതുകൊണ്ട് അവർക്ക് ശരിക്കും കാണുന്നില്ല, परंतु उन्होंने आत्मिक बात को नहीं देख पाया। എന്നാൽ അതിൽ ആത്മീയ കാര്യങ്ങൾ എന്താണ് ആ കാര്യങ്ങൾ അവർക്ക് നോക്കാൻ പറ്റിയില്ല. सच्चा जीवन अभी व्यक्तिगत रूप में उनके बीच में आया, लेकिन वो उनको पहचान नहीं पाए। യഥാർത്ഥ ജീവനായ കർത്താവ് യേശു ക്രിസ്തു അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ യഥാർത്ഥ ജീവൻ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല. अभी वो अंधा व्यक्ति को प्रभु बोलता है कि तूने मसीह को देखा है, क्योंकि जिससे तुम बात कर रहा है वही मसीह है, तो उसको एकदम वो बात पर विश्वास आया। അപ്പൊ ആ കുരുടനോട് ദൈവം സംസാരിച്ചപ്പോൾ ദൈവപുത്രൻ ഞാനാണെന്ന് നീ അവനെ കണ്ടിട്ടുണ്ട്, നീ അവനെ വിശ്വസിക്കുമ്പോ നീ കാണുന്നവനാണ് ദൈവപുത്രൻ, അവൻ തന്നെ ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുരുടൻ പെട്ടെന്ന് വിശ്വസിച്ചു. 37-38 നമ്മൾ വായിക്കുന്നുണ്ട്. യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ നമസ്കരിച്ചു. उस समय में कहा हुआ एक बात है, यीशु ने उनसे कहा, तूने उसे देखा भी है और जो तेरे साथ बातें कर रहा है वह वही है। उसने कहा, हे प्रभु मैं विश्वास करता हूँ, और उसने दंडवत किया। देखिए बोलने का अर्थ क्या है कि अभी यहाँ पर इस विषय को लेकर के प्रभु बोलता है कि वे लोग देखते हैं बोलते हैं, परंतु उनको दिखता ही नहीं। അപ്പൊ ഇവിടെ ഫരിസിമാരുടെ അവസ്ഥ എന്താ, അവർ കാണുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷെ അവർക്ക് കാണുന്നില്ല. वे लोग शारीरिक रीति में देखता था, परंतु वो आत्मिक रीति में देखने लायक उनकी आंखें रोशनी नहीं पाया। അപ്പൊ അവര് ശരീര രീതിയിൽ കണ്ണുകൊണ്ട് അവർ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, എന്നാൽ ആത്മീയ കാര്യങ്ങൾ കാണാതിരിക്കാനുള്ള അവസ്ഥയിൽ അവർ ആ വിഷയത്തിൽ കുരുടന്മാരായിരുന്നു. प्रियो आज भी कितने लोग ये वचन पढ़ते हैं, परंतु उसके आत्मिक बातों को देख नहीं पाते। അതേപോലെ പ്രിയപ്പെട്ടവരിൽ എത്ര പേരാണ് ഈ വചനം വായിക്കുന്നത്, എന്നാൽ അതിലുള്ള ആത്മീയ കാര്യങ്ങൾ പ്രകാശനവും അവർക്ക് കാണാൻ പറ്റുന്നില്ല. आज हमारे जीवन में हम ये वचन पढ़ता है तो हमें उसमें आत्मिक बातों को देख पाते हैं क्या? ഇന്ന് നമ്മൾ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ അതിലുള്ള ആത്മീയ കാര്യത്തിൽ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ടോ? या हम एक कथा कहानी पढ़ता है वैसे हम पढ़ते जा रहे हैं, അല്ലെങ്കിൽ ഇത് ഒരു കഥയാണ്, ഒരു സ്റ്റോറിയാണ് പറഞ്ഞ പോലെ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ വായിക്കുവാണോ? या न्यूज़पेपर जैसे हम पढ़ते जा रहे हैं? അല്ലെങ്കിൽ വെറും ഒരു പത്രമാണ്, ന്യൂസ് പേപ്പർ ആകുന്ന രീതിയിൽ നമ്മൾ വായിക്കുവാണോ? अगर आप प्रभु के मतलब अगर आपके आत्मीय आंखें अगर खुला है, എന്നാൽ നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നിരിക്കുവാണെങ്കിൽ एक वचन पढ़ने के समय में आप वहां पर एक जैसा भजन संगीता में सहला शब्द लिखा वैसा आप रुकेगा और ध्यान करेगा। കാരണം ഓരോരോ വചനം നിങ്ങൾ ആത്മീയ കണ്ണുകൊണ്ട് ഈ വചനം ആത്മീയ കണ്ണുകൊണ്ട് വായിക്കുവാണെങ്കിൽ സങ്കീർത്തനത്തിൽ ചില വാക്യങ്ങൾ കഴിഞ്ഞ് സേലാന്ന് എഴുതുമല്ലോ, അപ്പൊ ഓരോരോ വാക്യം കഴിഞ്ഞ് നിങ്ങൾ അവിടെ നിർത്തി അതിനെ ധ്യാനിക്കും. प्रभु यीशु बोलता है मैं जीवन की रोटी हूं। കാരണം ദൈവം പറഞ്ഞത് യേശു പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു. जीवन की रोटी, ജീവന്റെ അപ്പം, അതിനർത്ഥം എന്താ? वो वहां पर रुक करके उस पर ध्यान करेगा। അത് ആ വ്യക്തി വായിച്ച വ്യക്തി അത് അവിടെ നിന്നിട്ട് അതിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കും. यीशु मसीह कैसे कहता है कि जीवन की रोटी हूं? യേശു ക്രിസ്തു എങ്ങനെ പറയുന്നു ഞാൻ ജീവന്റെ അപ്പമാകുന്നു? इसका अर्थ क्या है? അതിനർത്ഥം എന്താണ്? उसका अर्थ आत्मा में ग्रहण करने के लिए वो ध्यान करेगा। അതിന്റെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ട് അവൻ ആത്മാവിൽ ഗ്രഹിക്കാൻ തുടങ്ങും. परंतु उस पर मतलब अगर ध्यान से या उसका भेद देखने के लिए अगर इच्छुक नहीं रहेगा, वो पढ़ करके छोड़ देगा, उसको उसका महत्व समझ में नहीं आएगा। എന്നാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അവൻ മനസ്സിലാക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ജസ്റ്റ് മേളിൽ നിന്ന് വായിച്ചിട്ട് അങ്ങ് പോകും, ഒന്നും മനസ്സിലാകത്തില്ല. इसलिए मैं आपको बताना चाहता हूँ, അതൊരു പ്രിയപ്പെട്ട ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, हमारे जीवन में जरूर हमें प्रभु का वचन जब पढ़ता है तो
उसका उसका आत्मिक अर्थों को सही रीति में जानना जरूरी है। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ആത്മീയ രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കണം. ताकि हम दूसरे को भी समझा पाए। അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റും. कितना अच्छी बात है, എത്ര നല്ല കാര്യമല്ലേ? क्योंकि ये वचन में आत्मा और जीवन है। കാരണം വചനത്തിൽ ആത്മാവും ജീവനും ഉണ്ട്. हम इस आंखों से देख नहीं सकता, നമ്മൾ ഈ ശരീര കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. परंतु हमारे जीवन में हम अनुभव में ले सकते हैं। എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവത്തിൽ കൊണ്ടുവരാൻ പറ്റും. जैसे अभी हवा आता जाता है, हमको दिखता नहीं, लेकिन हम अनुभव लेता है। കാരണം കാറ്റ് അവിടെ എവിടുന്നാ വരുന്നത് എവിടുന്നാ പോകുന്നത് നമുക്ക് അറിയത്തില്ല, എന്നാൽ നമുക്ക് അതിനെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, സ്പർശമായി ചെയ്ത് നമുക്ക് തൊടാൻ പറ്റുന്നുണ്ട്. यदि हम आत्मा में रह करके प्रभु का वचन को सुनेगा तो सुनने वाला बातों का सही आत्मिक अर्थ हम समझ पाएगा। അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ ആത്മീയ രീതിയിൽ നമുക്ക് കേൾക്കാൻ തുടങ്ങിയാൽ അതിന്റെ ആത്മീയ അർത്ഥങ്ങൾ നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. इसी कारण बहुत प्रार्थना के साथ, അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനക്ക് കൂടെ बहुत एक हृदय का दृष्टि खोलकर നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ നമ്മൾ തുറന്നിട്ട് और हमारा ध्यान पूर्ण रूप में प्रभु की ओर रखकर നമ്മുടെ മനസ്സ് ശ്രദ്ധ ഫുൾ കർത്താവിൽ വെച്ച് आत्मा के अधीन होकर ആത്മാവിന് അധീനായിട്ട് प्रभु का उपस्थिति को अच्छी तरह पहचान कर ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതായിട്ട് മനസ്സിലാക്കി विश्वास के साथ വിശ്വാസത്തോടെ हम प्रभु का वचन सुनेंगे। ദൈവത്തെ വചനത്തെ നമ്മൾ കേൾക്കാം. है ना, वो 12 साल का रक्त बहाने वाला स्त्री ने विश्वास किया, मैं अगर प्रभु का वस्त्र को भी छुएगा तो मैं चंगाई पाएगा। उन्होंने विश्वास से छुआ, തുരന്ത് ചങ്കായി പായി. നമുക്കറിയാം 12 വർഷമായ രക്തമായിട്ട് അസുഖം നിറഞ്ഞ ആ സ്ത്രീ അവൾ വിശ്വസിക്കുവാണ്, ഞാൻ ആ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തുമ്പത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ സൗഖ്യം വരാൻ സാധ്യത ഉണ്ടെന്ന് വിശ്വസിച്ചു. ആ വിശ്വാസത്താൽ അവൾ തൊട്ടു, അവൾക്ക് സൗഖ്യമായി. देखो उधर प्रभु यीशु मसीह को पकड़ने वालों को चंगाई नहीं मिला. അവിടെ അല്ലാതെ വേറെ ഒത്തിരി ജനങ്ങൾ കർത്താവിനെ തള്ളിക്കൊണ്ടിരിക്കുവാണ്. उनके साथ साथ धक्का मार करके चलने वाले लोग भी है, उनको चंगाई नहीं मिला. मिला. ഒത്തിരി ജനങ്ങൾ അവർ യേശുവിനെ തൊടുകയും ചെയ്യുന്നുണ്ട്, തെള്ളുന്നുണ്ട്, അവർക്ക് ആർക്കും സൗഖ്യം കിട്ടിയില്ല. लेकिन देखो 12 साल से रक्त बहने वाला वो स्त्री प्रभु का वस्त्र छुआ, तुरंत प्रभु से सामर्थ्य निकला, वो चंगाई पाया. എന്നാൽ കർത്താവിന്റെ 12 വർഷമായിട്ട് രക്തത്തിന്റെ രോഗമായി ആയിരിക്കുന്ന ആ സ്ത്രീ കർത്താവിന്റെ തുണിയുടെ തുമ്പത്തെ തൊട്ടു, കർത്താവിൽ നിന്ന് ശക്തി ഇറങ്ങി, അവൾ സൗഖ്യം പ്രാപിച്ചു. कपड़े में कोई सामर्थ्य नहीं था, ആ വസ്ത്രത്തിൽ ശക്തി ഇല്ലായിരുന്നു. आज कई लोग कपड़े को लेकर के प्रचार करता है. ഇന്ന് ചിലവരാണ് ആ തുണി ശക്തി ഉണ്ടായിരുന്നു പറഞ്ഞ് വലിയ സംസാരം പ്രസംഗം സംസാരിക്കാറുണ്ട്. प्रभु से शक्ति निकला, എന്നാൽ കർത്താവിൽ നിന്നാണ് ശക്തി പോയത്. प्रभु उनको चंगाई दिया, ദൈവമാണ് കർത്താവാണ് അവളെ സൗഖ്യമാക്കിയത്. तो विश्वास से आया. എന്നാൽ വിശ്വാസത്താലാണ്. आज भी हम विश्वास के साथ थोड़ी देर प्रभु की कुर्सी में बैठेंगे. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് വിശ്വാസത്താൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. जरूर हम प्रभु को छूने वाला अनुभव वचन सुनने के समय में हमारे जीवन में होना चाहिए. കാരണം നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ കർത്താവിനെ സ്പർശിക്കുന്ന അനുഭവം നമുക്ക് വരണം. ऐसा है तो आप एकदम फितरी मनुष्य में और भी बलवान हो जाएगा, प्रभु का काम में आएगा. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യനിൽ നമുക്ക് നല്ല ബലവാനും ആകാൻ പറ്റും, കർത്താവിന് വേണ്ടി പ്രയോജനമാകാൻ പറ്റും. प्रभु आपको बहुत सहायता करे. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. तो हम लोग कल का क्लास वापस कंटिन्यू करता हूँ. നമ്മൾ ഇന്നലത്തെ ക്ലാസ് നമ്മൾ പിന്നെ തുടങ്ങുവാണ്. मैं आपको एक बात बताना चाहता हूँ, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, है ना, मतलब ये सब बात जानने के लिए प्रभु ने एक मार्ग खोल कर दिया. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. मैं आपको कई बार बताया हुआ बात है कि मतलब प्रभु ने बहुत 20वीं शताब्दी में बहुत इस्तेमाल किया हुआ एक महान व्यक्ति है वाचमैन ली. നമുക്കറിയാലോ 20ാം സെഞ്ചുറിയിലെ ഏറ്റവും നല്ല ദേവദാസൻ കർത്താവ് ഉപയോഗിച്ച ഒരു ദാസനായിരുന്നു വാച്ച്മാൻ ലീ. തന്റെ ഒരു സഹപ്രവർത്തകനായിരുന്ന വിറ്റ്നസ് ലീ. उनके साथ कार्य करने वाला एक दूसरा भाई था विटनेस ली करके. ये दोनों को बहुत काफी अच्छा वचन की प्रकाश मिला. ഈ രണ്ടുപേരെയും നല്ലതായിട്ട് വചനത്തിന്റെ പ്രകാശനം കിട്ടിയായിരുന്നു. मैं विटनेस ली का हर एक बातों को मैं ये नहीं, वाचमैन ली का हर बात बहुत आत्मिक गहराई की बात है. എന്നാൽ ഞാൻ വിറ്റ്നസ് ലീയുടെ എല്ലാ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നില്ല, എന്നാൽ വാച്ച്മാൻ ലീയുടെ എല്ലാ കാര്യങ്ങൾ അതിന്റെ ആത്മീയ അർത്ഥവും ആഴങ്ങളുണ്ട്, അതിനെ ഞാൻ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. तो उसमें से मुझे बहुत काफी अच्छा प्रकाश मिला. അതിൽ നിന്ന് എനിക്ക് നല്ല പ്രകാശനം വെളിച്ചം എനിക്ക് കിട്ടി. तो मुझे बहुत आत्मा में बहुत इतना सामर्थ्य भी मिला. എനിക്ക് അത് ആത്മാവിൽ നല്ല ബലവും കിട്ടി. तो इसलिए मैं कोई तपस्या करके पाया हुआ बात मैं आपको नहीं बोल रहा हूँ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പ്രാപിച്ച കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. मतलब उन लोगों का किताबों से मुझे मिला हुआ वो प्रकाश को मैं आपको संक्षिप्त में समझा रहा हूँ. എന്നാൽ അവരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്ന് കിട്ടിയ പ്രകാശത്തിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. आप उस बात को सुनने के समय में आप कभी ये मत सोचना कि ये बहुत बड़ा ज्ञान, क्योंकि ये लोग गलती से ऐसे समझता है. ചിലവർ ഇങ്ങനെ ജ്ഞാനങ്ങൾ പ്രകാശങ്ങൾ അവർ കേട്ട് കഴിഞ്ഞിട്ട് പറയും ഈ ദാസൻ എത്ര വലിയ വെളിച്ചം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കും.
ചിന്തിക്കല്ലേ. मैं ऐसा कोई बात पाने लायक इतना मतलब कोई बड़ा व्यक्ति नहीं, കാരണം ഇത്രയും വലിയ പ്രകാശനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ദാസനൊന്നും അല്ല ഞാൻ. लेकिन प्रभु ने उनको बहुत महान विधि में इस्तेमाल किया, तो उससे मिला हुआ वो प्रकाश मैं आपके साथ शेयर करता എന്നാൽ ആ കർത്താവ് ആ സഹോദരന്മാരെ അത്ഭുത രീതിയിൽ ദൈവം ഉപയോഗിച്ചു. അവരിൽ നിന്ന് കിട്ടിയ പ്രകാശത്തിന് മാത്രം ഞാൻ ഭാഗവെക്കാൻ हूं, ആഗ്രഹിക്കുന്നു. क्योंकि सबको ऐसा किताबें पढ़ने का मौका नहीं मिला. കാരണം ചിലവർക്ക് ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കാൻ അവർക്ക് അവസരം കിട്ടത്തില്ലായിരിക്കും. जैसे कई लोग कई न्यूज मिलता है तो वो न्यूज शेयर करता है, तो हमको न्यूज सुनने का मौका नहीं मिलता, वो सुनने पर हमको बहुत आनंद होता है. ചിലവരെന്ന് പറഞ്ഞാൽ അവർ ന്യൂസ് വായിക്കാറുണ്ട്. അപ്പൊ ആ ന്യൂസ് വായിച്ചു കഴിഞ്ഞിട്ട് അവർ ആ ന്യൂസ് എന്നോട് പറയുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ്. കാരണം എനിക്ക് ന്യൂസ് കാണാൻ എനിക്ക് അവസരം കിട്ടത്തില്ല. खास करके प्रभु का आगमन की विषय, പ്രത്യേകിച്ച് കർത്താവിന്റെ വരവിനും ഇസ്രായേലിനെ പറ്റിയിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ ये बात बहुत आनंद प्रदान करती ഈ കാര്യം ഈ ന്യൂസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന है, കാര്യങ്ങളാണ്. क्योंकि वचन पूर्ण होते जा रहे हैं. കാരണം വചനം പൂർണ്ണമായിക്കൊണ്ടിരിക്കുവാണ്. प्रभु का वचन में बताया हुआ भविष्यवाणियां पूर्ण रूप में पूरा होते हुए दिखता है. കർത്താവിന്റെ വചനത്തിൽ എഴുതിയ എല്ലാം ഭവിഷ്യവാണി അല്ലെങ്കിൽ പ്രൊഫസി അതെല്ലാം കാര്യങ്ങൾ നിവൃത്തി ആയിക്കൊണ്ടിരിക്കുവാണ്. Praise the Lord. Praise the तो Lord. मैं आपको आग्रह करता हूँ, ऐसा अच्छा प्रभु का दास लोगों के द्वारा, गलत लोगों का भी किताब है, परंतु अच्छे लोगों का बातों को हम वचन के द्वारा परख करके उसको सीखना बहुत अच्छी बात है. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ വചനത്തിനെ നല്ല ദേവദാസന്മാർ മുഖാന്തരം കർത്താവിന്റെ വചനം പഠിക്കുന്നത് എത്ര നല്ലതാണ്. തെറ്റായ ഉദ്ദേശമുള്ള സഹോദരന്മാർ കാണും, അവരിൽ നിന്ന് മാറി നിന്ന് നല്ല സഹോദരന്മാരുടെ വചനത്തെ നമ്മൾ മനസ്സിലാക്കി അതിനെ ഗ്രഹിക്കുകയും ചെയ്യണം. ओके, मैं आज जैसे कल हमने देखा था कि जब मतलब आत्मा आया, वचन आया, ज्योति आया, तो उसके साथ में क्या हुआ, 3 अलगवाई का कार्य हुआ करके हमने अंत में देखा था. ഇന്നലെ നമ്മൾ അവസാനത്തിൽ നമ്മൾ വന്നപ്പോൾ നമ്മൾ നോക്കിയായിരുന്നല്ലോ, ആത്മാവ് വന്നപ്പോൾ, വചനം വന്നപ്പോൾ, വെളിച്ചം വന്നപ്പോൾ 3 പ്രകാരമുള്ള വേർപാട് അവിടെ നമ്മൾ കണ്ടു. तो ये सब मतलब हमारे आत्मीय जीवन के संबंध में बहुत गहरी बातें हैं. ഈ കാര്യങ്ങൾ നമ്മൾ ആത്മീയ വിഷയത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ആഴമുള്ള കാര്യമാണ്. तो उसमें तीसरे दिन में प्रभु ने जो अलग किया था, അതിൽ നിന്ന് മൂന്നാമത്തെ ദിവസം കർത്താവ് മാറ്റി വെച്ച കാര്യങ്ങൾ, प्रभु ने पानी से मतलब धरती को या पृथ्वी को, जमीन को अलग किया. കർത്താവ് എന്ത് ചെയ്തു? വെള്ളത്തിനെ ഭൂമിയിൽ നിന്ന് മാറ്റി. उसका 9 और पहला अध्याय का 9-10 वचन में हमने पढ़ा था. അതിന്റെ 1-ാം അധ്യായം 9-ഉം 10-ഉം നമ്മൾ വായിച്ചായിരുന്നു. तो मतलब चाहे तो और एक बार पढ़ेंगे. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. फिर परमेश्वर ने कहा, आकाश के नीचे का जल एक स्थान में इकट्ठा हो जाए और सूखी भूमि दिखाई दे, और वैसा ही हो गया. परमेश्वर ने सूखी भूमि को पृथ्वी कहा तथा जल इकट्ठा हुआ उसको उसने समुद्र कहा, और परमेश्वर ने देखा कि अच्छा है. तो इसका मतलब वो जमीन को पृथ्वी कहा. क्या कहा? पृथ्वी. पृथ्वी कहा. ആ ഭൂമിനെ കർത്താവ് പൃഥ്വി എന്ന് പറഞ്ഞു. एक और वो कौन सा दिन था? അത് ഏത് ദിവസമായിരുന്നു? वो तीसरा दिन था. 13-ാം വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് അറിയാവുന്ന 3-ാം ദിവസമായിരുന്നു. वो तीसरा दिन मानव प्रभु ने पृथ्वी को बनाया. 3-ാം ദിവസം കർത്താവ് ഭൂമിനെ ഉണ്ടാക്കി. और हमने देखा था कि पृथ्वी प्रभु यीशु मसीह की छाया है. നമുക്കറിയാം ഈ ഭൂമി എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഒരു ഛായമാണ്. तो ये किस प्रकार छाया? അത് ഏത് രീതിയിലുള്ള ഛായയാണ്? प्रभु यीशु मसीह की पुनरुत्थान का छाया. അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ഛായമാണ്. Praise the Lord. Praise the क्योंकि Lord. यीशु मसीह मृतकों से तीसरा दिन जी उठा. കാരണം കർത്താവ് യേശു ക്രിസ്തു മരണാദിയിൽ നിന്ന് 3-ാം ദിവസം അവൻ തിരിച്ച് ഉയർത്തെഴുന്നേറ്റു. पर हर एक प्रकार का जीवन का उत्पत्ति पृथ्वी से है. എല്ലാ കാര്യങ്ങളിലെ ജീവിതത്തിന്റെ ഉത്ഭവം അല്ലെങ്കിൽ ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ അത് ഭൂമിയിൽ നിന്നാണ്. मतलब हम देखते हैं कि पौधा का जीवन है, और झाड़ों का जीवन है, पेड़ों का जीवन है, जानवर का जीवन है. ये सारे जीवन का उत्पत्ति पृथ्वी से. നമുക്കറിയാം സസ്യങ്ങളായിക്കോട്ടെ, അത് മരങ്ങളായിക്കോട്ടെ, വൃക്ഷങ്ങളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, അവരെല്ലാ ജീവിത ഉത്പാദനം അത് മണ്ണിൽ നിന്നാണ്. ये क्या दिखाता है? അപ്പൊ അതെന്തോ കാണിക്കുന്നത്? ये पृथ्वी यीशु मसीह की छाया है. കാരണം ഈ ഭൂമി പൃഥ്വി എന്ന് പറയുന്നത് അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഒരു ഛായമാണ്. तो उधर से ये जीवन मिलता है. അതിൽ നിന്ന് ജീവൻ ഉളവായി. ऐसा है तो हमारा जीवन का सारा स्रोत प्रभु यीशु मसीह है. അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സ്രോതസ്സും അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. Praise the Lord. Amen. ये भी एक मतलब समझने के लिए पहले बात, यीशु मसीह मतलब मृत्यु से तीसरा दिन जी उठा. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. ആദ്യം നമ്മൾ കർത്താവ് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. जी उड़ा हुआ प्रभु से अभी सबको आत्मा मिलता है, जीवन मिलता है. ഈ പുനരുദ്ധാനം ആയ അല്ലെങ്കിൽ പുനരുദ്ധാനം ചെയ്ത കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമാണ് ജീവൻ നമുക്ക് ലഭിക്കുന്നത്. क्योंकि पुनरुत्थान के द्वारा हमें भी नया जन्म मिला. കാരണം അവന് പുനരുദ്ധാനം മുഖാന്തരമാണ് നമുക്ക് പുതിയ ജന്മം കിട്ടിയത്. आपको याद होगा पहला पत्रोस पहला अध्याय का 3रा वचन में लिखा है. 1 പത്രോസ് 1-ന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 1 Peter chapter 1:3. मलयालम में आपको 1 से 5 तक पढ़ना पड़ेगा. മലയാളത്തിൽ അതും വായിക്കണമെങ്കിൽ 3 തൊട്ട് 5 വരെ വായിക്കേണ്ടി വരും. उसको समझने के लिए. അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. लेकिन हिंदी में आपको 3 पढ़ना काफी है. ഹിന്ദിയിൽ 3-ാമത്തെ വാക്യം വായിച്ചാൽ മതി.
हमारे इकट्ठी प्रभु जाए। यीशु मसीह के परमेश्वर और पिता का धन्यवाद हो जिसने यीशु मसीह के मरे हुए में से जी उठने के द्वारा अपनी बड़ी दया से हमें जीवित आशा के लिए नया जन्म दिया। देखो हमें नया जन्म मतलब कैसे मिला? प्रभु यीशु मसीह की जी उठने के द्वारा। നമുക്ക് വീണ്ടും ജന്മം എങ്ങനെ കിട്ടി? കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുഖാന്തരം। Praise the Lord. Amen. इस मतलब आपको मालूम है प्रभु यीशु मसीह का पुनरुत्थान बोलेगा तो एक बहुत बड़ा एक डिलीवरी था, एक मतलब क्या बोलते हैं, प्रसव। ഓക്കെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ പുനരുദ്ധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു പ്രസവം പോലെ ഒരു അവസ്ഥയായിരുന്നു। Praise the Lord. Amen. क्योंकि उस समय में एक्चुअली हमारा नया जन्म कब हुआ? ആ കാരണം നമ്മുടെ വീണ്ടും ജന്മം നമ്മുടെ യഥാർത്ഥത്തിൽ എപ്പോഴാണ് നടന്നത്? हमने 10 साल पहले उद्धार पाया, उस समय हुआ क्या? നമ്മൾ 10 വർഷം മുമ്പേ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ കർത്താവിനെ അംഗീകരിച്ചു, ആ സമയത്താണ് നമ്മുടെ യഥാർത്ഥ രക്ഷ നടന്നത്। सच बोलेगा तो अभी उस समय का नहीं, 2000 साल पहले। ആ യഥാർത്ഥത്തിൽ സത്യമായിട്ട് നടന്ന നമ്മുടെ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 വർഷത്തിൽ മുമ്പേ ക്രൂശിൽ നടന്ന കാര്യമാണ്। साधारण लोगों को ये बात थोड़ा समझना थोड़ा कठिन है। ആ സാധാരണ വിശ്വാസികളെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ്। जिस समय में प्रभु यीशु मसीह मृतकों से जी उठा, ഏത് ദിവസം കർത്താവ് യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു, उस समय में हमारे जन्म की दुनिया में नहीं हुआ, ആ സമയത്ത് നമ്മൾ ശരീരമായിട്ട് ജനിച്ചിട്ടില്ലെങ്കിലും तभी भी हमारा नया जन्म हो गया। പക്ഷെ എന്നാൽ നമ്മൾ ആ ദിവസം തന്നെ നമ്മുടെ വീണ്ടും ജന്മം നമ്മൾ രക്ഷിക്കപ്പെട്ടു। Praise the Lord. Praise the Lord. वास्तव में हम कितना प्रभु को धन्यवाद അപ്പൊ दें। അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിന് എത്ര അധികം നമ്മൾ നന്ദി പറയേണ്ടതാണ്। Praise the Lord. Praise the Lord. प्रभु बहुत धन्यवाद देता हूँ। നമുക്ക് കർത്താവെ നന്ദി പറയുന്നു। ये बात आपको जैसे जैसे स्टडी आगे बढ़ते जाएगा तो आपको बहुत गहराई में समझ में आएगा। अभी एकदम आपको समझने में भी बहुत शायद कठिन होगा। ഇത് നമ്മൾ ഈ ശിക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മൾ എത്ര ആഴമായിട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന്റെ അത് ഉദ്ദേശത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും। കാരണം ഇപ്പം പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരിക്കും। Praise the Lord. Praise the Lord. मैं एक बात आपको बताना चाहता हूँ, ये जो अभी अपने को धीरज के साथ प्रभु के वचनों को ठीक से सीखना है। അതുകൊണ്ട് നമുക്ക് എൻഡ്യൂറൻസോടെ നമ്മൾ പെർസിവറൻസോടെ നമ്മൾ കർത്താവിന്റെ വചനത്തിനെ നമ്മൾ കേട്ടോണ്ടിരിക്കണം। कई बार मैं ये सोचता हूँ, कई बात लोगों को समझ में नहीं आता तो जल्दी लोग गुस्सा होकर के निकल जाते हैं। അതെ ചിലവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വചനം മനസ്സിലായില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് അവർ വിട്ടുപോകും। वो लोग क्या करता? അവരെന്തോ ചെയ്യുന്നത്? नहीं कुछ गलत उपदेश है। അയ്യോ ഇത് തെറ്റായ ഉപദേശമല്ലേ? प्रियो, आपको ये प्रकाश प्राप्त करना बहुत जरूरी बात है। അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ പ്രകാരമുള്ള വെളിച്ചം നിങ്ങൾ കിട്ടണം എന്നുള്ള അത് ഒത്തിരി ആവശ്യമുള്ള കാര്യമാണ്। हमारे प्रभु यीशु मसीह को छोड़कर लोग गया तो इसका मतलब आज भी लोग जाता है तो वो कोई बड़ी बात नहीं। ആ കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ ദിവസം കർത്താവ് സംസാരിക്കുമ്പോൾ ജനങ്ങൾ കർത്താവിനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഇന്ന് ദേവദാസന്മാർ സംസാരിച്ചാൽ വിട്ടുപോകുന്ന അത് അതിശയമുള്ള കാര്യമല്ല। उस समय में भी लोगों ने क्या बोला था? ആ ദിവസം കർത്താവ് സംസാരിക്കുമ്പോൾ ജനങ്ങൾ എന്ത് പറഞ്ഞു? जब യോഹന്നാൻ 6 अध्याय का 60 वचन, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 60-ാം വാക്യം, ജോൺ ഗോസ്പൽ ചാപ്റ്റർ 6:60, उसके चेलों में से बहुत ने ये सुनकर कहा, ये कठोर बात है, इसे कौन सुन सकता है? हाँ देखो, प्रभु यीशु मसीह की बातों को सुनने के बाद सादा लोग नहीं, चेहरा लोग। അപ്പൊ കർത്താവ് സംസാരിച്ചപ്പോൾ ആ സംസാരം കേട്ടപ്പോൾ സാധാ ജനങ്ങളല്ല, കർത്താവിന്റെ ശിഷ്യന്മാർ പറയുവാണ് ये बहुत कठिन बात है। ഇത് കഠിനമായ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കഠിനമായ കാര്യങ്ങളാണ്। ये बात ऐसे बात सुनने के लिए हम इनके साथ ना चले। ഈ കാര്യം നമ്മൾ കേൾക്കാനും മനസ്സിലാക്കാനും നമ്മൾ യേശുവിന്റെ പുറകെ വരുന്നില്ല। Praise the Lord. Oh Lord. मैं आपको बताना चाहता हूँ, जिस व्यक्ति को प्रभु का सत्य वचन को जानने की इच्छा रहता है और मतलब उस वचन को सुनने के बाद में उसको मानने के लिए तैयार मन रहता है, वही बना रह सकता है। ആ കാരണം കർത്താവിന്റെ വചനം കേൾക്കാനുള്ള നല്ല താല്പര്യവും ആ വചനം വരുമ്പോൾ അതിനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വിശ്വസിക്കാൻ നല്ല ഉറപ്പുള്ള ആദ്യം തന്നെ ഉറപ്പുള്ളവർക്ക് മാത്രമേ വചനം കേൾക്കുമ്പോൾ അവർക്ക് അതിൽ വിശ്വസിക്കാൻ നിലനിൽക്കാൻ പറ്റുള്ളൂ। Praise the Lord. Amen. आज कई लोग वचन का प्रकाश मांगते हैं, प्रकाश आने के टाइम में ठोकर खाता है। ഇന്ന് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അനേകർ എന്തോ ചെയ്യുന്നത്, വചനത്തിന് വെളിച്ചം വേണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, എന്നാൽ വെളിച്ചം വരുമ്പോൾ അവർ ഇടറിപ്പോകും। Praise the Lord. Oh Lord. ये अभी की बात नहीं, वो प्रभु यीशु मसीह के साथ ये हुआ। Yes, तो yes. आज अभी मैं आपको क्या बताऊं? അത് പ്രിയപ്പെട്ടവരെ, ഇത് ഇന്നത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. കാരണം ആ സമയത്ത് യേശുവിന്റെ കൂടെ നടന്നപ്പോൾ കർത്താവിന്റെ കൂടെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ പറ്റുവാണെങ്കിൽ ഇപ്പത്തെ കാര്യം എന്തായിരിക്കും? प्रभु के साथ ही लोगों ने ऐसे किया। കർത്താവിന്റെ സമയത്ത് തന്നെ കർത്താവിന്റെ കൂടെ ജനങ്ങൾ ഇങ്ങനെ ചെയ്തു। उसका 66 वचन में അതിന്റെ 66 അല്ല, वही 6 का 66, അതിന്റെ 6-ന്റെ 66-ാം വാക്യം, वही मतलब യോഹന്നാൻ 6 अध्याय का 66 वचन। യോഹന്നാന്റെ സുവിശേഷം 6-ന്റെ 67, ജോൺ 6:66। इस पर उसके चेलों में से बहुत से उल्टे फिर गए और उसके बाद उसके साथ न चले। ओह, कितना दुख लगता है। എത്ര ദുഃഖമുള്ള കാര്യമല്ല, അത് കഴിഞ്ഞിട്ട് അവർ കർത്താവിന്റെ കൂടെ നടന്നില്ല। मैं भी ये बात का अनुभव किया है कि जब हम प्रभु का वचन की सच्चाई, ये प्रकाश वाला जब मंडली को जब देने लगा, कई लोग
फिर गया। ഈ കാര്യം ഞാനും അനുഭവിച്ച ഒരു കാര്യമാണ്. കാരണം കർത്താവിന്റെ വചനത്തിന്റെ വെളിച്ചമായ സത്യ കാര്യങ്ങൾ നമ്മൾ പ്രകാശിച്ച് തരാൻ ഉദ്ദേശിച്ച് കൊടുക്കുമ്പോൾ സഭയിൽ ഒത്തിരി പേര് അവർ പുറകിൽ പോയിട്ട് അവർ പിന്നെ വിട്ടുപോയി. बहुत दुख लगता है प्रियो। അത് അങ്ങനെ നടക്കുമ്പോൾ ഒത്തിരി ദുഃഖമാണ് വരുന്നത്. उनको लगता है कि ये कुछ गलत उपदेश बोल रहा है। അവര് വിചാരിക്കുന്നത് തെറ്റായ ഉപദേശമാണ് പറയുന്നത്. प्रियो, प्रभु का साथ रह करके प्रभु से विधि करने के कारण प्रभु जरूर मार्ग खोल कर देता है। ആമേൻ. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വരുകയും കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ കർത്താവ് സത്യമായിട്ട് വഴി തുറന്നു തരും. वो मतलब साधारण लोग सुनकर के एकदम ठोकर कर लेते। എന്നാൽ സാധാരണ വിശ്വാസികൾ അത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇടർച്ച വരുവാ. उनको वो नर्सरी क्लास का सेक्शन अच्छा लगता है, हमेशा वो उसी नर्सरी बच्चा बन करके रहना चाहता है। അവർക്കെന്ന് പറഞ്ഞാൽ നഴ്സറിയുടെ കാര്യം അല്ലെങ്കിൽ ശിശുവുള്ള ബാലകളുടെ കാര്യങ്ങൾ മാത്രമേ ഉപദേശം കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് മാത്രം കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. ഇതിനേക്കാളും വലിയ കഠിനമായ കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമല്ല. प्रभु के वचन की आत्मिक गहराई में जाने के लिए बहुत लोग नहीं चाहते। എന്നാൽ കർത്താവിന്റെ വചനത്തിന്റെ ആഴത്തിൽ പ്രവേശിക്കാനുള്ള അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഇന്ന് വിശ്വാസികൾക്ക് താല്പര്യമില്ല. तो इसलिए वही प्रभु का समय में सिर्फ चले लोगों की बात नहीं, जब मत्ती के सुसमाचार उसकी 15 अध्याय 13 वचन पढ़िएगा। നമ്മൾ ഇത് ശിഷ്യന്മാരുടെ കാര്യം 12 से पढ़ा, 12 और 13। മത്തായി സുവിശേഷം 15ന്റെ 12ഉം 13ഉം വായിക്കുമ്പോൾ മാത്യു ചാപ്റ്റർ 15 വേഴ്സ് 12 and 13. അപ്പോൾ ശിഷ്യന്മാർ അടുക്ക വന്ന് പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. Praise the Lord. एक भयंकर प्रयोग है वो। तब चेलों ने आकर उससे कहा, क्या तू जानता है कि फरीसी ने यह वचन सुनकर ठोकर खाई? उसने उत्तर दिया, हर पौधा जो मेरे स्वर्गीय पिता ने नहीं लगाया उखाड़ा जाएगा। प्रयोग प्रभु यीशु मसीह बताता है। ഇത് കർത്താവ് പറയുന്ന കാര്യമാണ്. एक हल्की बात नहीं, ഇതൊരു സാധാരണ കാര്യമായിട്ട് എടുക്കില്ലേ. बहुत लोगों को वचन सुनने के बाद में उस वचन को मानने की इच्छा नहीं, इसलिए वो लोग ठोकर खाते। കാരണം അനേകർക്ക് കർത്താവിന്റെ വചനം കേട്ട് കഴിഞ്ഞിട്ട് ആ വചനത്തെ അനുസരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവർ ഇടറി പോവാ. प्रियो, आज भी कोई भी वचन आया, वो वचन सच में प्रभु का वचन है, वो सत्य वचन है, वो वचन के कारण आपने ठोकर खाया क्या? എന്നാൽ ഇന്ന് കർത്താവിന്റെ വചനം നിങ്ങളുടെ സന്നിധിയിൽ വരുമ്പോൾ ആ വചനം സത്യവചനമാണ്, ദൈവത്തിന്റെ വചനമാണ്. എന്നാൽ ആ വചനം മുഖാന്തരം നിങ്ങൾ ഇടറി പോയിട്ടുണ്ടോ? सत्य वचन के प्रकाश मिलने के बाद में ठोकर खाना कितना दुखदायी बात है। കാരണം സത്യവചനം അതിന്റെ വെളിപ്പാട് വെളിച്ചം കിട്ടി കഴിഞ്ഞിട്ട് ഇടറി പോവാണെങ്കിൽ അത് എത്ര ദുഃഖമുള്ള കാര്യമല്ലേ. इसका मतलब क्या है? അതിനർത്ഥം എന്താ? वहां पर प्रभु ने उसका 13 वचन में क्लियर कहा। അതിന്റെ 13ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞത് क्यों वो ठोकर खा रहा है? അവരെന്തിനാ ഇടറി പോയത്? क्योंकि स्वर्गीय पिता ने नहीं लगाया। കാരണം ദൈവ സ്വർഗീയ പിതാവ് അവരെ നട്ടിട്ടില്ല. प्रियो, प्रभु ने लगाया है तो वो कभी भी उग कर नहीं जाएगा। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിനെ നടുവാണെങ്കിൽ അത് ഒരിക്കലും വേരോട് പറഞ്ഞു വരത്തില്ല. परंतु हम देखते हैं कि कई लोग मतलब मंडली में आकर के बहुत अच्छा वचन सुन करके अच्छा बात का गवाही देता है, लेकिन कुछ वचनों में ठोकर खा करके बहुत ആസാനി രീതി ചോടുकर निकल जाते। അതുകൊണ്ട് ഇന്ന് എത്ര വിശ്വാസികൾ നമ്മൾ കാണുന്നുണ്ട്, സഭയിൽ അവർ വരും, നല്ല വചനം കേൾക്കും, നല്ല വചനമാണെന്ന് സാക്ഷ്യവും പറയും. എന്നാൽ ചില വചനം അവിടെ ഇവിടെ കേട്ട് കഴിഞ്ഞിട്ട് അവിടെ ഇടറി പോയിട്ട് അവർ എത്ര പെട്ടെന്നാണ് സഭ വിട്ട് അവർ മാറിപ്പോകുന്നത്. वे लोगों के बारे में जब वही मत्ती 12 अध्याय का 30 वचन में हम देखता है, അവരെ പറ്റി ഇങ്ങനെ വിട്ടുപോകുന്നവരെ പറ്റി മത്തായി സുവിശേഷം 12ന്റെ 30 നമ്മൾ വായിക്കുമ്പോൾ മാത്യു 12:30, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. जो मेरे साथ नहीं वह मेरे विरोध में है, और जो मेरे साथ नहीं बटोरता वह बिखेरता है। देखा, ऐसे लोग आपको मालूम है मंडली से जाने के बाद में भी मंडली को तोड़ने के कामों में लगा रहता है। അപ്പൊ ഈ പ്രകാരമുള്ള വിശ്വാസികൾ പറഞ്ഞ അവർ സഭയെ വിട്ടു പോകുന്നുണ്ട്, അവർ തന്നെ പിന്മാറ്റത്തിലായി പോവാ. എന്നാൽ വിട്ട് കഴിഞ്ഞാൽ അവർ സഭയെ എങ്ങനെ പൊട്ടിക്കാൻ നോക്കുന്നു. इसका मतलब क्या है? അതിനർത്ഥം എന്താണ്? वो मतलब पिता का लगा हुआ नहीं था, അവർ ദൈവത്തിൽ നിന്ന് നട്ടവരല്ലായിരുന്നു, പിതാവിൽ നിന്ന്. ये एकदम साफ बात हो। അതിന് എത്ര സ്പഷ്ടമായ കാര്യമായി. इवन यही बातों को आपको याद होगा, पहला यूहन्ना 2 अध्याय के 19 वचन में यूहन्ना बहुत स्पष्ट कहता है। 1 യോഹന്നാൻ 2ന്റെ 2:19 ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 19 തന്നെ അവിടെ നമ്മൾ സ്പഷ്ടമായി കാണാൻ പറ്റുന്നത്, അവർ നമ്മുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല, അവർ നമുക്കുള്ളവരായിരുന്നു എങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു, എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. वे निकले तो हम ही में से है, पर हम में के थे नहीं, क्योंकि यदि वे हम में के होते तो हमारे साथ रहते, पर निकल इसलिए गए कि ये प्रकट हो कि वे सब हम में के नहीं है।
देखो ये प्रकट होना है प्रियो। അത് വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്. मैं एक बात आपको बताना चाहता हूँ, जो वास्तव में प्रभु का चुनाव है तो प्रभु जरूर उसको समझने के लिए कृपा करेगा। जीवन को गलत हो गया तो भी उसको पश्चाताप के साथ प्रभु मन कराएगा, लौटाएगा। परंतु ऐसा नहीं है तो इसका मतलब प्रभु का त्याग हुआ है। അതൊരു പ്രിയപ്പെട്ടവരെ, ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവിനെ യഥാർത്ഥ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശ്വാസിയാണെങ്കിൽ കർത്താവ് അവന് കൃപ കൊടുക്കും. ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാനും അതിനെ വെളിച്ചം കിട്ടാൻ ദൈവം അവന് കൃപ കൊടുക്കും. അവന് തെറ്റായ രീതിയിൽ ഏത് രീതിയിൽ വീണ് പോയാലും കർത്താവ് അവിടെ നിന്ന് കൃപ കൊടുത്ത് അവന് മാനസാന്തരത്തിന്റെ അവസ്ഥ കൊണ്ടുവന്ന് പിന്നെയും കർത്താവ് തിരിച്ചു മടക്കി കൊണ്ടുവരും. എന്നാൽ ഇതൊന്നും കാര്യം നടക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം പിതാവ് നടാത്ത കാര്യമായ വ്യക്തി ആയോണ്ടാണ് കർത്താവ് അവനെ പറിച്ചു മാറ്റിയതാണ്. प्रियो आपको मालूम है, जब मतलब मन में एक इंसानियत भी रहेगा तो गलती किया तो कॉन्शियस उसको बोलेगा तू दोषी है। നമുക്കറിയാം, ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ, മനുഷ്യത്വം അവനിൽ ഉണ്ടെങ്കിൽ അവന്റെ മനസാക്ഷി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസാക്ഷി പെട്ടെന്ന് കുറ്റം പറഞ്ഞിട്ട് പറയും, നീ തെറ്റ് ചെയ്തു. आपको मालूम है, इस्करियोत यूदा के बारे में यीशु मसीह ने गवाही दिया, तुमको 12 को मैंने चुना परंतु उसमें से एक शैतान है बोला। കാരണം യൂദാസ് ഇസ്കാരിയോത്തിനെ വിഷയത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ 12 പേരെ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, എന്നാൽ നിങ്ങളിൽ നിന്ന് ഒരുവൻ പിശാചാകുന്നു. वो शैतान है करके प्रभु ने बोला हुआ वो व्यक्ति इस्करियोत यूदा है करके हमको मालूम। നിങ്ങളിൽ ഒരുവൻ പിശാചാകുന്നു എന്ന് പറയുമ്പോൾ അത് കർത്താവ്, നമുക്കറിയാം അത് കർത്താവ് യൂദാസ് ഇസ്കാരിയോത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്കറിയാലോ. उस समय में चेहरा नहीं समझा, എന്നാൽ ആ സമയത്ത് മറ്റേ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. लेकिन वो इस्करियोत यूदा यीशु मसीह को पकड़वाने के बाद भी उसने क्या गवाही दिया वो आप सोचो। എന്നാൽ ഈ യൂദാസ് ഇസ്കാരിയോത്ത് കർത്താവിനെ പിടിച്ചു കഴിഞ്ഞിട്ട് അവൻ എന്താ സാക്ഷ്യം പറഞ്ഞറിയോ? मत्ती 27:4 മത്തായി സുവിശേഷം 27:4 മാത്യു 27:4 ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. मैंने निर्दोष को घात के लिए पकड़ कर पाप किया है। देखो, मैंने निर्दोष को पकड़वाया। ഞാൻ ഒരു നിർദോഷമായ വ്യക്തിയെ ഞാൻ പിടിപ്പിച്ചു, ഒരു കുറ്റം ചെയ്തിട്ടില്ല അവന്. उनका मन उसको ये मतलब उनका मन में ये गवाही था कि मैंने निर्दोष को पकड़वाया। ഞാൻ അവന്റെ മനസാക്ഷി അവന് കുറ്റം വിധിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഒരു നിരപരാധിയായ വ്യക്തിനെയാണ് പിടിച്ചു കൊടുത്തത്. परंतु हम देखते हैं प्रियो, എന്നാൽ നമ്മൾ നോക്കുന്നത് ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ നോക്കുന്നത്? मानो वो शैतान होने के बाद में आज शैतान का भी बाप लोग हैं। ഇന്ന് അവൻ പിശാചാന്ന് പറഞ്ഞിട്ടും അവന് ഇത്രയും അവന് കുറ്റബോധം വരുന്നുണ്ട്. ഇന്ന് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പിശാചിനെക്കാളും വലിയ വലിയ പാപം, പിശാചിനെ അപ്പന്മാരാണ് അവന്. क्योंकि उनको कितना भी गलती किया उनका दिल तक मर गया. കാരണം അവർ വലിയ വലിയ പാപം ചെയ്ത് കഴിഞ്ഞാലും മനസാക്ഷി അവർക്ക് കുറ്റം പറയാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ആ മനസാക്ഷി അവർക്ക് അത് മരിച്ചു പോയോണ്ട് അവർക്ക് അത് മനസ്സിലാകുന്നില്ല. ആ അവസ്ഥ എന്ന് പറയാൻ എത്ര ദുഃഖമുള്ള കാര്യമല്ലേ? प्रभु यीशु मसीह कहता है जब യോഹന്നാൻ 6:37 വചനം में യോഹന്നാൻ 6:37 നമ്മൾ വായിക്കുമ്പോൾ, പിതാവ് എനിക്ക് തന്നതൊക്കെയും എന്റെ അടുക്കൽ വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, അവൻ നഷ്ടപ്പെടാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ജോൺ 6:37 जो कुछ पिता मुझे देता है वह सब मेरे पास आएगा और जो कोई मेरे पास आएगा उसे मैं कभी न निकालूंगा, उसको मैं कभी नहीं निकालूंगा. प्रभु अपना भक्तों में से एक भी नष्ट होने नहीं देता. അതുകൊണ്ട് കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ട കർത്താവിന്റെ ഭക്തരിൽ നിന്ന് ഭാഗത്തിൽ നിന്നവർ വിശ്വാസികളെ ഒരിക്കലും കർത്താവ് നഷ്ടപ്പെടാൻ കർത്താവ് അനുവദിക്കത്തില്ല. क्योंकि प्रभु ने उसको नया जन्म दिया है, प्रभु ने मतलब उसको अपना आत्मा दिया है, उसको कभी नष्ट नहीं होने देता. അതുകൊണ്ട് കാരണം കർത്താവ് അവന് വീണ്ടും ജന്മം കൊടുത്തു, കർത്താവ് അവന്റെ ആത്മാവാണ് കൊടുത്തത്, അതിന് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവ് സൂക്ഷിക്കും. मुझे सुनने वाला सब पवित्र लोगों को मैं एक बात बताना चाहता हूँ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, एकदम कोई भी बात सुन करके टोकर नहीं खाए. നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് വചനം കേട്ട് കഴിയുമ്പോൾ ഉടനെ ഇടറി പോവല്ലേ. आपको यो बात जो बताता है वो बहुत आत्मिक गहरी बातें हैं. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ആത്മാവിന്റെ ആഴത്തിന്റെ ഉള്ള കാര്യമാണ്. अगर आपको भी मतलब ये भाई लोग जो वाचमैन ने विटनेस ली लोग जो किताब मिलता है तो आप थोड़ा पढ़कर देखिए. അതുകൊണ്ട് നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാച്ച്മാനിയുടെയും വിറ്റ്നസ്ലിയുടെയും പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വായിക്കാൻ നിങ്ങൾ നോക്കണം. मैं आपको बोलना चाहता हूँ, मुझे मतलब कई लोगों ने गवाही दिया कि इसका एक पैराग्राफ भी पढ़कर जानने के लिए बहुत मतलब दिक्कत है. ഞാൻ കേട്ടത് ഈ സഹോദരന്മാരുടെ പുസ്തകത്തിന്റെ ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. खास करके वाचमैन का, പ്രത്യേകിച്ച് വാച്ച്മാനിയുടെ പുസ്തകം. और मतलब दुनिया में जाना माना हुआ वेदज्ञानी करके कोई नहीं, लेकिन ऐसा जो लोग कहता है ऐसा लोग भी ये बात का गवाही दिया. കാരണം ഈ ലോകത്തിലായ വലിയ പ്രസിദ്ധന്മാരായ വചനജ്ഞാനികൾ, അങ്ങനെ വചനജ്ഞാനികൾ പണ്ഡിതന്മാർ അങ്ങനെ ലോകത്തിൽ അങ്ങനെ
ആരുമില്ല. എന്നാലും ഈ ലോകത്തിലുള്ള അറിയപ്പെട്ട എല്ലാ ജ്ഞാനികളും ബുദ്ധിമാന്മാരും വാച്ച്മാനെ പറ്റി നല്ല സാക്ഷ്യമാണ് പറയുന്നത്. Praise the Lord. तो उस भाई का विषय में अभी मैं तो आपको ये जो बात बता रहा है उसमें बहुत बात जब इस विषय को समझने के लिए कठिन है, मैं इसलिए आपको थोड़ा समझने के लिए ये एग्जाम्पल भी दिया. അതുകൊണ്ട് ഈ ഇപ്പൊ നമ്മൾ എടുക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഠിനമായുള്ള കാര്യമാണ്. എന്നാൽ ഈ കഠിനമായ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള എക്സാമ്പിൾ ഞാൻ പറയുന്നത്. इसलिए जल्दी एकदम आप बाइबल बंद ना करे, आप सुनना बंद ना करे, आप बहुत प्यार से सुनते जाए. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വചനം കേട്ട് കഴിഞ്ഞിട്ട് ബൈബിൾ അടയ്ക്കല്ലേ, നിങ്ങളെ മനസ്സിനെ അടയ്ക്കല്ലേ, നിങ്ങൾ ഇടറി പോവല്ലേ, എന്നാൽ ശാന്തമായിട്ട് നിങ്ങൾ വചനം കേൾക്കുക. अभी एक बार इस पृथ्वी में रहने वाला लोगों का पाप के कारण प्रभु ने सारा जगत को पानी में नष्ट कर दिया. आपको मालूम है पानी हमेशा न्याय को बताता है, हमने देख लिया. നമുക്കറിയാലോ ഈ ലോകത്തിൽ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികളും കർത്താവ് വിരുദ്ധമായി പാപം ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഈ ഭൂമിനെ മൊത്തം കർത്താവ് വെള്ളത്തോടെ കർത്താവ് ന്യായം വിധിച്ചു. നമുക്കറിയാം വെള്ളം കാണിക്കുന്നത് അത് ന്യായവിധിയാണ്, മരണത്തിനാണ് കാണിക്കുന്നത്. और उत्पत्ति की किताब शुरुआत में उस अवस्था से फिर प्रभु एक नया रीति में इस पृथ्वी को पानी से बाहर लाया. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? അപ്പൊ ആ അവസ്ഥയിൽ ഇരിക്കുന്ന നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഭൂമി മൊത്തം വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് വെള്ളത്തിൽ നിന്ന് ഭൂമിനെ കർത്താവ് വെളികൊണ്ടുവന്നു. परंतु हम देखते हैं कि वापस जब मनुष्य पाप किया, പക്ഷെ അത് കഴിഞ്ഞിട്ട് മനുഷ്യന്മാർ പാപം ചെയ്തപ്പോൾ उस समय में प्रभु ने क्या किया? ആ സമയത്ത് കർത്താവ് എന്ത് ചെയ്തു? नोहा के समय में वापस जल प्रलय के द्वारा उस पीढ़ी को नोहा और उनका परिवार को छोड़कर सबको प्रभु ने नष्ट किया. അത് കഴിഞ്ഞിട്ട് നോഹയുടെ സമയത്ത് കർത്താവ് പിന്നെ നോഹനെ കുടുംബത്തെ രക്ഷിച്ചു. ബാക്കി എല്ലാരും വെള്ളത്തോടെ കർത്താവ് പിന്നെ ന്യായം വിധിച്ചു. बाकी जो प्रभु ने आज्ञा दिया हुआ जानवर जहाज में आकर बच गया और नोहा और उनका परिवार बच गया. बाकी भी हम देखते हैं कि सब बात को नष्ट किया. എന്നാൽ നമ്മൾ നോക്കുന്ന കർത്താവ് കൽപ്പിച്ച മൃഗങ്ങളും ആ ഷിപ്പ് കപ്പലിൽ കയറി, എന്നാൽ നോഹയും കുടുംബവും കപ്പലിൽ കയറി, ബാക്കി എല്ലാവരും ഭൂമിയിലുള്ള എല്ലാ ജീവികളും മരിച്ചുപോയി. इसके बाद में हम देखते हैं कि वापस प्रभु ने उस पृथ्वी को फिर नया बनाया. എന്നിട്ട് കർത്താവ് പുതിയ ആ ഭൂമിനെ പുതിയതായിട്ട് കർത്താവ് പണിയുന്നുണ്ട്. आप जलप्रलय के बारे में आप जानते हैं. ന്യായവിധി ന്യായവിധി ആ വെള്ളത്താൽ ന്യായവിധി നടന്ന അവസ്ഥ നിങ്ങൾക്കറിയാം. नोहा का समय का जलप्रलय जब उत्पत्ति 7 अध्याय का 17 वचन से 24 वचन तक. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 17 തൊട്ട് 24 വരെ നമ്മൾ വായിക്കുമ്പോൾ मैं अभी वो बात को अभी नहीं पढ़ना चाहता हूँ. അപ്പൊ ഭൂമിയിലുള്ള ആ ന്യായവിധി വെള്ളക്കാൾ വന്ന ന്യായവിധി അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വായിപ്പിക്കുന്നില്ല. तो अभी जब आगे हम देखते हैं कि उसका 8 अध्याय का 13 से 22 तक, എന്നാൽ അത് കഴിഞ്ഞിട്ട് 8-ാം അധ്യായത്തിന്റെ 13 തൊട്ട് 22 വാക്യം വായിക്കുമ്പോൾ तो वहां पर इस पृथ्वी को वापस प्रभु उद्धारण करता है. അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ കർത്താവ് പിന്നെയും ഈ ഭൂമിനെ ഇവിടെ പണി ചെയ്യുന്നുണ്ട്. देखो प्रभु ने वापस उस पृथ्वी को जमीन को ये किया. അവിടെ പിന്നെയും നമ്മൾ നോക്കുമ്പോൾ അവിടെ ഭൂമിനെ കർത്താവ് പിന്നെയും ഭൂമിനെ കൊണ്ടുവരുവാണ്. इसके बाद में प्रभु ने उनको आज्ञा दिया. അത് കഴിഞ്ഞിട്ട് കർത്താവ് കൽപ്പിച്ചത് उसका 9 वचन का पहला वचन में 9 अध्याय का पहला वचन में चैप्टर 9:1 ഉൽപ്പത്തി 9:1 जो शुरुआत में प्रभु ने उनको जो आशीष दिया था. കാരണം ദൈവം തുടക്കത്തിൽ ആദാമിന് കർത്താവ് ഏത് അനുഗ്രഹം കൊടുത്തോ, तुम बोलो बलो जगत में भर जाओ, ഈ ലോകം മൊത്തം വാഴുവിൻ, ഫലവന്തായി നീ വളരുവിൻ. वही बात हम देखता है. അതേ കാര്യം നമ്മൾ നോക്കുന്നത് 9 अध्याय में वापस वो बोलता है. അതേ കാര്യം അത് 9-ാം അധ്യായത്തിൽ നോക്കുന്നുണ്ട്. उसका पहला वचन पढ़ना. परमेश्वर ने नूह ओके उसका नौका 9:1 फिर परमेश्वर ने नूह और उसके पुत्रों को आशीष दी और उसे कहा फूलो फलो और बढ़ो और पृथ्वी में भर जाओ. ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അവരോട് അരുളി ചെയ്തെന്നാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവീൻ. സന്താനപുഷ്ടിയായി പെരുകുവീൻ, ഭൂമി മൊത്തം നിറയുവീൻ. तो अभी आपको मालूम है आदम हवा को ही प्रभु ने ये आशीष दिया था. നമുക്കറിയാലോ ആദം ഹവ്വയെ കർത്താവ് ഇതേ അനുഗ്രഹമാണ് കൽപ്പിച്ചത്. तो हर एक सृष्टि के ऊपर राज करने के लिए प्रभु ने उनको अधिकार दिया. എല്ലാ സൃഷ്ടികളുടെ മേളിലും അവർ അധികാരം ചെയ്യാനുള്ള അധികാരം ദൈവം അവർക്ക് കൊടുത്തായിരുന്നു. तो अभी यहाँ पर वापस अभी नोहा और उनका पीढ़ियों को ये आशीष दिया. അതേപോലെ തന്നെ കർത്താവ് ഇവിടെ നോഹയ്ക്കും അവന്റെ കുടുംബത്തിനും ഇതേ അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. तो अब सारे दुनिया भर में भरने के लिए आज्ञा दिया. എന്നിട്ട് ലോകം മൊത്തം
നിറയാൻ വേണ്ടിയിട്ടുള്ള സന്താന പ്രാപ്തിയാകാൻ പൂർത്തിയാകാനുള്ള ലോകം മൊത്തം നിങ്ങൾ നിറയാൻ വേണ്ടിയിട്ട് കർത്താവ് കൽപ്പിച്ചു. लेकिन हम देखते हैं कि वो पीढ़ी भी मानव वापस प्रभु से बलवाई की। എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള വരുന്ന സന്തതികൾ അവർ എന്ത് ചെയ്തു? ദൈവവിരുദ്ധമായി നിന്നു. जब हम उस 11 अध्याय जब पढ़ता है, നമ്മൾ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ഉൽപ്പത്തി 11-ാം അധ്യായം वो लोग क्या बोलता है? അവിടെ ജനങ്ങൾ എന്താ പറഞ്ഞേ? हम भूमि में इधर उधर नहीं होने का, हम एक ही जगह पर इकट्ठा होकर के रहेंगे. നമ്മൾ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും പോയി നമ്മൾ നിറയുന്നില്ല, എന്നാൽ ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ കൂടിയെന്ന് നമ്മൾ വരിക. अभी वो लोगों ने योजना बना करके बड़े बड़े बिल्डिंग बनाने की प्लान में है. എന്നിട്ട് അവര് ഒരുമിച്ച് കൂടി വന്ന് പ്ലാനിങ് ചെയ്തിട്ട് വലിയ വലിയ വീടുകൾ അവർ ഉണ്ടാക്കാൻ തുടങ്ങി, ഇമാരതകളൊക്കെ. उसका 11 उत्पत्ति 11 अध्याय 1 से 9 तक जब पढ़ता है, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 11-ന്റെ 1 തൊട്ട് 9 നമ്മൾ വായിക്കുമ്പോൾ मनुष्य परमेश्वर की इच्छा के खिलाफ काम करने के कारण प्रभु ने उनका भाषा तित्रपत्र किया करके हम देखते हैं. അവിടെ അറിയാം, മനുഷ്യന്മാര് ദൈവത്തിന് വിരുദ്ധമായി അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം മനുഷ്യന്റെ ഇടയിൽ വന്നിട്ട് മനുഷ്യന്മാരുടെ ഭാഷനെ അവന് മാറ്റിക്കളഞ്ഞു. वो भाषा को मानव ये किया. आपको उसका 7 वचन में देख सकते हैं. 11-ന്റെ 7 इसलिए आओ हम उत्तर की उनकी भाषा में गड़बड़ी डाले. ഭാഷ में गड़बड़ी डाला. മലയാളത്തിൽ എങ്ങനെ? ഭാഷ അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ ഭാഷ കലക്കി കളഞ്ഞു. ഭാഷനെ കലക്കി കളഞ്ഞു. तो मतलब यहाँ पर परमेश्वर की इच्छा के खिलाफ में वे लोग मोड़ लिया. കാരണം അവർ എന്ത് പറ്റി? മനുഷ്യന്മാര് ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായി അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവം हमेशा आपको मालूम है आदाम में पीढ़ी में वो पाप का स्वभाव रहता है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദാമിന്റെ വംശാവലിയിൽ വരുന്ന ജനിക്കുന്ന എല്ലാ മനുഷ്യന്മാരിൽ പാപം ചെയ്യുന്ന സ്വഭാവം ഉണ്ട്. तो प्रभु उसमें से प्रभु ने हम देखता है कि अब्राहम को बुलाकर अलग किया 12 अध्याय में. അതിൽ നിന്ന് നമുക്ക് ഈ മനുഷ്യന്മാരിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കർത്താവ് 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ കർത്താവ് വിളിച്ച് അവനെ മാറ്റി അവനെ തെരഞ്ഞെടുത്തിട്ട് വിശ്വാസത്തിന്റെ പിതാവാക്കി. एक व्यक्ति को माला उनपे से अलग किया. ഒരു വ്യക്തിനെ ഈ മനുഷ്യന്മാരിൽ നിന്ന് മാറ്റി വെച്ചു. बुलाहट पाया हुआ एक झुंड बनाया. അവനെ വിളിച്ചു, അവനെ മാറ്റി, അവനെ ഒരു കൂട്ടമാക്കി. उनको प्रभु ने एक देश का वायदा किया. അവരെ ഈ ജനത്തിന് വേണ്ടിയിട്ട് കർത്താവ് ഒരു ദേശത്തിന് വേണ്ടി പ്രതിജ്ഞ ചെയ്തു. वो था कनान. അതായിരുന്നു കനാൻ ദേശം. कनान भी एक प्रकार प्रभु यीशु मसीह की छाया है. കനാൻ ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും യേശു ക്രിസ്തുവിന്റെ ഒരു ഛായയാണ്. Praise the Lord. Praise the Lord. हम देखते हैं कि वे लोगों को अलग करके कनान में लाया. ഈ ഒരു കൂട്ടരെ കർത്താവ് അബ്രഹാം മുഖാന്തരം ജനങ്ങളെ മാറ്റി അവരെ കനാൻ ദേശത്തിൽ പാർപ്പ് പഠിക്കാൻ കർത്താവ് അവരെ മാറ്റി ഈ ലോകത്തിൽ പോയി കനാൻ ദേശത്തിൽ കൊണ്ടുവന്നു. क्योंकि बाकी सभी लोग वापस पाव में बैठते गया. കാരണം ബാക്കി എല്ലാ ജനങ്ങളും പാപത്തിൽ അവർ നിറഞ്ഞ് അവർ പാപം വർദ്ധിച്ച് വർദ്ധിച്ച് പാപത്തിൽ വീഴുമായിരുന്നു. प्रभु की बुलाहट पाए हुए लोग अलग रहना चाहिए करके प्रभु की इच्छा है. കാരണം കർത്താവിന്റെ വിളിക്കപ്പെട്ട ജനം എന്ന് പറഞ്ഞ അവർ വേർപാടായി മാറി നിൽക്കണം എന്നാണ് കർത്താവിന്റെ ഹിതം. आपको मालूम है जब पेंतकोस्त का दिन में भी क्या हुआ? നമുക്കറിയാലോ പെന്തക്കോസ്ത് ദിവസം എന്ത് പറ്റി? वहां पर मानव उधर आने वाला कई भाषा सुनकर के प्रभु में विश्वास किया. അവിടെ അനേക യഹൂദന്മാര് വേറെ വേറെ രാജ്യത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അവർക്ക് വേറെ വേറെ ഭാഷകൾ അവരവരുടെ നഗരത്തിന്റെ ഭാഷകളുണ്ട്. ആ ഭാഷകൾ അവർ കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിനെ വിശ്വസിക്കാൻ ഒരു വഴി ഒരുങ്ങി. अभी उसको मतलब पत्रोस का आने वाले एक शब्द में आपका ध्यान में लाना चाहता हूँ. അവിടെ പത്രോസ് ഒരു കാര്യം പറയുന്ന കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് प्रेरितों का काम 2 अध्याय का 40 वचन. അതിന്റെ അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 40-ാം വാക്യത്തിൽ ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവനെന്ന് പറഞ്ഞു. അപ്പടിയേക്കാം. बहुत और बातों से भी गवाही दे देकर समझाया कि अपने आप को इस टेढ़ी जाति से बचाओ. देखा मतलब इस टेढ़ी जाति से अपने आप को बचाओ. ഈ വക്രത നിറഞ്ഞ ഈ ജാതികളിൽ നിന്ന് നിങ്ങൾ വരുവീൻ. आपको मालूम है कि अभी वो जो पीढ़ी अभी नोआ का काल का समय से भी इतना अधिक आज का पीढ़ी के लोग पाप और बुराई में बढ़ गया करके हम देख सकते हैं. ഇന്നത്തെ ജനങ്ങളുടെ അവസ്ഥ അല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യരുടെ അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോയുടെ സമയത്തുള്ള ആൾക്കാരെക്കാളും വലിയ പാപങ്ങളാണ് ഇപ്പോഴത്തെ ജനങ്ങൾ ചെയ്യുന്നത്. नोह के समय में पाप की बढ़ाई के कारण मतलब नोआ परिवार को छोड़कर सबको प्रभु ने नष्ट किया. നമുക്കറിയാം നോയുടെ സമയത്ത് പാപം പെരുകിയോണ്ട് കർത്താവ് നോയും കുടുംബത്തിനെ വിട്ടിട്ട് ബാക്കി എല്ലാവരെയും കർത്താവ് നശിപ്പിച്ചു. परंतु अभी उस नोआ का पीढ़ी हाम शाम याफेत 3 बेटा उनका परिवार का संतान आज दुनिया भर में बढ़ चुका है. അതുകൊണ്ട് നമുക്കറിയാം ഇന്ന് നോഹാനിൽ നിന്ന് വംശാവലിൽ വന്ന ഹാം ഷം യാഫേത്തും അവർ ഈ 3 പേരാണ് ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്നത്. परंतु हम देखते हैं कि आज नोआ के समय की पाप से बढ़कर के दुनिया में पाप बढ़ गया. എന്നാൽ ഇന്നത്തെ പാപത്തിന്റെ അവസ്ഥ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നോയുടെ ദിവസങ്ങളിലുള്ള പാപത്തിനേക്കാളും അവസ്ഥ വലുതായിട്ടാണ്, അതിനേക്കാളും ഒത്തിരി അധർമ്മമായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ. आपको मालूम जब प्रभु का अभी दोबारा आगमन कब होगा करके प्रभु ने कहा. നമുക്കറിയാലോ കർത്താവ് രണ്ടാം വരം വീണ്ടും
ഒരു കർത്താവ് വരുന്നത് അവിടെ അപ്പൊ അവസ്ഥ എന്താന്ന് അവള് വചനം പറഞ്ഞിട്ടുണ്ടല്ലോ. मत्ती के सुसमाचार 24 अध्याय का 37-38 മത്തായി സുവിശേഷം 24 അധ്യായം അതിന്റെ 37-38 നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവ് ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. എല്ലാവരെയും നീക്കിക്കളയുവോളും അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാവും. 13:7-13 जैसे नूह के दिन थे वैसे ही मनुष्य के पुत्र का आना भी होगा, क्योंकि जैसे जल प्रलय से पहले के दिनों में जिस दिन तक कि नूह जहाज पे न चढ़ा उस दिन तक लोग खाते पीते थे और उसमें से विवाह होते थे, और जब तक जल प्रलय आकर उन सबको बहा न ले गया तब तक उनको कुछ भी मालूम न पड़ा, वैसे ही मनुष्य के पुत्र का आना भी होगा. देखिए, अगर आप नोह का काल का समय का ज्यादा विवरण चाहता है तो आप उत्पत्ति 6 अध्याय का 1 से 11 तक पढ़ेगा तो विस्तार से आपको मिलेगा. നോഹയെ പറ്റി നിങ്ങൾക്ക് ഇനി ആഴമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതിന്റെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 6 അധ്യായം 1 തൊട്ട് 11 വായിക്കുമ്പോൾ നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. उस समय में लोगों की अवस्था क्या बन गया था. ആ സമയത്ത് ജനങ്ങളുടെ അവസ്ഥ എത്ര വലിയ പാപം നിറഞ്ഞാണെന്ന് നമുക്ക് കാണാൻ പറ്റും. एक तो आबादी बढ़ गया था, ഒന്ന് നമ്മൾ നോക്കുമ്പോൾ പോപ്പുലേഷൻ കൂടിയായിരുന്നു. लोग अपना मनमानी में जीने लगा. ജനങ്ങൾ അവരുടെ സ്വയ ഇഷ്ടത്താൽ ജീവിക്കാൻ തുടങ്ങി. हृदय पूरा पाप से भर गया. അവരുടെ ഹൃദയം മൊത്തം പാപത്തിൽ നിറഞ്ഞ് ജീവിക്കുമായിരുന്നു. मतलब हर प्रकार हर रीति में और बुराई एकदम भर गया. ഏത് അവസ്ഥയിലും എല്ലാ അവസ്ഥയിലും അവർ പാപം നിറഞ്ഞ് ജീവിക്കുമായിരുന്നു. उस दिनों से बढ़ करके आज पाप बढ़ गया करके हम देख सकते हैं. ആ ദിവസത്തെക്കാളും ഇപ്പോൾ പാപം അധികം പെരുകി അധികം വഷളായി നമ്മൾ ഇപ്പൊ കാണുന്നത്. मैं आपको बताना चाहता हूँ, अब इस पीढ़ी में हमारा प्रभु आएगा, उसके लिए बहुत सबूत प्रभु का वचन हमें बताता है. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പീഡിയിൽ ഈ വംശാവലിയിൽ കർത്താവ് വരും നമ്മളെ കൊണ്ടുപോകുന്നുള്ള എല്ലാ തെളിവ് ബൈബിൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ये बहुत शॉर्टली होने वाला है. ഇത് എപ്പോൾ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമായിരിക്കും. इसलिए आज जो लोग उद्धार पाया है, അതുകൊണ്ട് ഇന്ന് ആരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ मैं आपसे नम्र विनती करता हूँ, ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് प्रभु ने हमें अच्छा संगति दिया. ദൈവം നമുക്ക് നല്ലൊരു കൂട്ടായ്മ തന്നു. वो संगति क्या है? ആ കൂട്ടായ്മ എന്താണ്? 1 कोरिन्थी 1 अध्याय का 9 वचन. 1 കൊരിന്ത്യർ 1:9 1 Corinthians 1:9 जिनका भी प्रभु ने उद्धार किया, ദൈവം ആർക്കൊക്കെ രക്ഷ കൊടുത്തോ प्रभु ने क्या किया? കർത്താവ് അവർ എന്ത് ചെയ്തു? उस पुत्र के साथ का सौभाग्यता में हमको बुलाया. ദൈവം എന്ത് ചെയ്തു? ആ പുത്രന്റെ കൂട്ടായ്മയിൽ നമ്മളെ വിളിച്ചു. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. परमेश्वर सच्चा है जिसने तुमको अपने पुत्र हमारे प्रभु यीशु मसीह की संगति में बुलाया है. प्रियो, एक बात आपको ध्यान से जानना है कि मतलब हमें प्रभु के संगति में बुलाया है तो हमें उस संगति में बना रहना चाहिए. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ പുത്രന്റെ കൂട്ടായ്മ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മ നമ്മളെ വെച്ചേക്കുവാണെങ്കിൽ അതിൽ കൂട്ടായ്മ നമ്മൾ നിലനിൽക്കണം. उस संगति में हमें चलना चाहिए. ആ കൂട്ടായ്മ നമ്മൾ നടക്കണം. उस संगति को हमें जानना ആ चाहिए. കൂട്ടായ്മയെ നമ്മൾ മനസ്സിലാക്കണം. जब वही बात जब കൊലോസ്യം 2 अध्याय का 6 वचन, അതേ കാര്യം കൊലോസ്യർ ലേഖനം 2:6 നമ്മൾ വായിക്കുമ്പോൾ കൊലോഷ്യൻസ് 2:6 ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. अतः जैसे तुमने मसीह यीशु को प्रभु करके ग्रहण कर लिया है वैसे ही उसमें चलते रहो. वैसे ही उसमें चलते रहो. കർത്താവിനെ ഗ്രഹിക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ അവനിൽ നടപ്പീൻ. प्रियो, जरूर उत्पत्ति की किताब की बातें आज हमारे जीवन के लिए कितना खास बात है. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉൽപ്പത്തിയിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി എത്ര വലിയ അനുഗ്രഹമുള്ള കാര്യമല്ലേ. आपको मालूम है, उत्पत्ति 1-2 अध्याय में शैतान प्रवेश नहीं किया. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 2 അധ്യായത്തിൽ അവിടെ പിശാച് ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. शैतान का प्रवेश किया. സാത്താൻ എപ്പോഴാണ് പ്രവേശിക്കുന്നത്? എപ്പോഴാണ് വരുന്നത്? ചിത്രത്തിൽ വരുന്നത് 3 अध्याय में. 3 അധ്യായത്തിലാണ്. इसी प्रकार बाइबल का आखिरी किताब जो प्रकाशित वाक्य 21-22 अध्याय में शैतान नहीं. അതേപോലെ തന്നെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 21 അധ്യായം 22 അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ സാത്താൻ ഇല്ല. 20 अध्याय में उसका कहानी खत्म होगा. കാരണം 20 അധ്യായത്തിൽ തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് അവനെ നരകത്തിലിട്ടു. उसके बाद में उसका कार्य खत्म. അത് കഴിഞ്ഞിട്ട് അവന്റെ പ്രവൃത്തികളൊന്നും കാണുന്നില്ല. ये 2 चैप्टर को अगर आप ठीक से ध्यान से अगर पढ़ेगा तो ഈ 2 അധ്യായങ്ങൾ നമ്മൾ ശരിക്കും നമ്മൾ ആഴമായിട്ട് നമ്മൾ വായിക്കുവാണെങ്കിൽ ये परमेश्वर का वचन का बहुत महत्व को आप देख सकते हैं. കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ എത്ര ആഴമായ മഹത്വത്തെ നമ്മൾ കാണാൻ പറ്റും. Praise the Lord. Praise the Lord. ये आप बहुत ध्यान से इन दिनों में उत्पत्ति 1-2 अध्याय जरूर
ज्यादा ज्यादा पढ़िएगा। അതുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം നിങ്ങൾ വായിക്കണേ. वहां पर आपको देखता है कि वहां पर शैतान का कोई भी काम हम दिखता है। ഈ 2 അധ്യായങ്ങളിൽ നമ്മൾ നോക്കുന്ന പിശാച് ശൈതാന്റെ ഒരു കാര്യങ്ങളും അവിടെ പ്രവൃത്തി നമ്മൾ കാണുന്നില്ല. Praise the Lord. Praise the Lord. तो एक एक दिन का कामों के पीछे प्रभु का बहुत बड़ा एक योजना है। അപ്പൊ ഓരോരോ ദിവസം കർത്താവ് പ്രവർത്തിച്ചപ്പോൾ അതിന് കർത്താവ് വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. आपको मालूम है जब इसराइल लोगों को जो पेसहा का जो पर्व वाला जो दिया था, आपको मालूम है पेसहा का दिन में ही प्रभु यीशु मसीह का वध हुआ। നമുക്കറിയാലോ കർത്താവ് പഴയ നിയമത്തിൽ ഏത് ദിവസം അവർക്ക് പെസഹയുടെ ഉത്സവം അവർക്ക് ആചരിക്കാൻ കർത്താവ് ആ ദിവസവും കൊടുത്തോ അതേ ദിവസം അല്ല നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു വന്ന് മരിച്ചത്. इतना एक्यूरेट हुआ, आप थोड़ा देखना। അത് എത്ര സ്പഷ്ടത എത്ര ആക്യുറേറ്റ്ലി एकदम കറക്റ്റ് ആയിട്ട് നടന്ന കാര്യമല്ലേ. एक एक बात प्रभु ने, इवन आपको मालूम है कि जब इसहाक को मोरिया पहाड़ पर ले जाकर के अब्राहम ने मतलब प्रभु के लिए भेंट चढ़ाया था। നമുക്കറിയാം അബ്രഹാം മോരിയ പർവ്വതത്തിൽ പോയിട്ട് ഇസാക്കിനെ അർപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ उसी पहाड़ पर प्रभु यीशु मसीह बलिदान हुआ। അതേ പർവ്വതത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു അറക്കപ്പെട്ടത്. Praise the Lord. Amen. एक एक बात एक छाया में अगर हम उसका सही अगर अध्ययन करेगा तो യെസ് ഓരോരോ പുസ്തകത്തെ ഇങ്ങനെ നമ്മൾ അതിന്റെ ഛായയും അതിന്റെ യാഥാർത്ഥ്യത്തിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ സ്റ്റഡി ചെയ്യുവാണെങ്കിൽ परमेश्वर का वचन का महत्व कितना बड़ा है। ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വം എത്ര വലുതാണെന്ന് നമുക്ക് കാണാൻ പറ്റും. प्रियो, ये हर बात एकदम आत्मा से रचा हुआ है। കാരണം ഇതെല്ലാം കാര്യങ്ങൾ ആത്മാവ് മുഖാന്തരം എഴുതപ്പെട്ട കാര്യങ്ങളാണ്. इस एक एक वचन में जीवन का एक बहुत बड़ा सामर्थ्य कार्य करता है। കാരണം ഇത് ഓരോരോ വാക്യങ്ങളിലും ജീവന്റെ വലിയ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. कितना अनोखा रीति में ये बाइबल को हमें सेट करके प्रभु ने दिया है। എത്ര അത്ഭുത രീതിയിലാണ് ഈ വചനം ബൈബിൾ നമ്മെ ക്രമിച്ച് നമുക്ക് ഒട്ടിച്ച് നമ്മൾ തന്നത്. मैं इसलिए आपको बताना चाहता हूँ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് कि हमें प्रभु का वचन को बहुत प्रार्थना के साथ आत्मा में रहकर सीखना चाहिए। അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിനെ നമ്മൾ ആത്മാവാൽ നമ്മൾ വചനം മനസ്സിലാക്കാൻ നോക്കണം. आज प्रभु ने इतना भाव भरा दुनिया से प्रभु ने हमें अपने लिए अलग किया। ആമേൻ. ഇന്ന് ഈ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് ദൈവം നമ്മളെ അവന് വേണ്ടിയിട്ട് നമ്മളെ മാറ്റി വെച്ചേക്കുവാണ്. अगर प्रभु हमें अलग नहीं किया हो तो हमें ये आत्मिक बातों पर भूख प्यास नहीं होना था। നമുക്ക് ഈ കർത്താവിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും വചനത്തിന് വേണ്ടി വിശപ്പും ദാഹവും നമുക്ക് കിട്ടത്തില്ലായിരുന്നു. मैं प्रभु को बहुत धन्यवाद देता हूँ आप लोगों के प्रति, അതുകൊണ്ട് ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി നന്ദി പറയുന്നു നിങ്ങളെ വിഷയത്തിൽ ഞാൻ ഓർത്തിട്ട്. क्योंकि आपके अंदर मैंने देखा बहुत लोगों के अंदर प्रभु का वचन के प्रति बहुत भूख प्यास है। കാരണം ഞാൻ അനേകരെ ഞാൻ കണ്ടു കർത്താവിന്റെ വചനത്തിന് വേണ്ടിയിട്ട് ഒത്തിരി വിശപ്പും ദാഹവും നിങ്ങൾക്കുണ്ട്. मैं कई घर में जाता है तो अपनी मतलब मंडली के पवित्र लोग तुरंत बाइबल लेकर के आकर बैठता है। ഞാൻ ചില വീട്ടിൽ അവർക്ക് വിസിറ്റിംഗ് ഞാൻ ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് ചില കുടുംബന്മാർ അവർ എന്ത് ചെയ്യും, വാതിൽ തുറന്ന് പെട്ടെന്ന് ബൈബിൾ എടുത്ത് എന്റെ അടുത്ത് വന്നിരിക്കും. कुछ ऐसे भी लोग हैं, എന്നാൽ വേറെ ചില ജനങ്ങളും വിശ്വാസികളും ഉണ്ട്. बाइबल कहाँ है, ബൈബിൾ എവിടെ, बाइबल लेकर आओ, ബൈബിൾ പോയി കൊണ്ടുപോവാ, ऐसा बोलना पड़ता है। അങ്ങനെ പറയേണ്ട ആവശ്യം വരുന്നുണ്ട്. Praise the Lord. Praise the Lord. प्रभु का दास जब भी आएगा प्रभु के वचन के द्वारा हमें और भी गहरी बात समझाएगा, ये आग्रह बहुत पवित्र लोगों में है। കാരണം ദൈവത്തിന്റെ ദാസൻ വീട്ടിൽ വന്നാൽ വചനം കൊണ്ടുവരും, വചനത്തിൽ സംസാരിക്കും, അത് കേൾക്കാൻ ഒത്തിരി താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് ആ താല്പര്യം ജനങ്ങൾ ചിലവർ കാണിക്കാറുണ്ട്. क्योंकि प्रभु का दास प्रभु का भेजा हुआ है तो प्रभु का वचन से हमें सुनाएगा। ആമേൻ. കാരണം കർത്താവിന്റെ ദാസൻ ദൈവം ദാസനെ അയക്കുവാണെങ്കിൽ ദൈവത്തിന്റെ വചനം തരാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. Praise the Lord. प्रियो में आपको बहुत आपके प्रति प्रभु को धन्यवाद देता हूं। അതുകൊണ്ട് നിങ്ങളെ വിഷയത്തിൽ ഞാൻ ദൈവത്തോട് ഒത്തിരി നന്ദി പറയാം. आपका अच्छा आदर्श के लिए प्रभु को धन्यवाद। നിങ്ങളെ നല്ല ആദർശമായ ജീവിതത്തെ ഞാൻ കണ്ടിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. Praise the Lord. Praise the Lord. ये हमेशा ये भूख प्यास आप में बने रहे। അതുകൊണ്ട് എല്ലാ ദിവസവും ഈ വിശപ്പും ദാഹവും നിങ്ങൾ കാണണം. हमें बहुत से गहरी बातें जो बाइबल के अंदर है वो बातों हमें जानना है। കാരണം വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒത്തിരി ആഴമുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം. हमारे प्रभु कितना महान है वो बात को हमें जानना है। നമ്മുടെ കർത്താവ് എത്ര മഹാനാന്ന് നമ്മൾ അറിയണം. और उस प्रभु को उसके योग्यता रीति में महिमा करना। എന്നിട്ട് ആ കർത്താവിന്റെ അവന്റെ യോഗ്യത രീതി അറിഞ്ഞിട്ട് അവനെ മഹത്വപ്പെടുത്തണം. Praise the Lord. Amen. प्रभु आपको सबको सहायता करे। ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. प्रभु का आशीष प्रभु का कृपा आप सबके साथ। ദൈവത്തിന്റെ അനുഗ്രഹം കൃപ നിങ്ങൾ എല്ലാവരും വസിക്കട്ടെ. आमीन। ആമേൻ.